ഉസ്താദ് ചോദിക്കുന്നുണ്ട്, ഷഖീഖുൽ ബൽഖി തന്റെ ശിഷ്യനോട് ചോദിക്കുകയാണ്, സ്വഹബ്തനി മുൻദു 30 സന, 30 വർഷമായി നീ എന്റെ കൂടെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്റെ ശിഷ്യത്വം സ്വീകരിച്ച് എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ ഹസ്സൽത, നിനക്ക് എന്താണ് കിട്ടിയത്? 3 ദിവസം വാല് കഴിഞ്ഞ് വീട്ടിലെത്തി ഉപ്പ മക്കളോട് ചോദിക്കുകയാണ്, 3 ദിവസം വാല് കേട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ ഈ വാലിന്റെ സദസ്സിൽ ഇത് പഠിക്കണമെന്നുള്ള നിയത്തോടുകൂടി നമ്മൾ ഇരിക്കണം, ഇത് മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഇരിക്കണം. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു 30 വർഷം ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ച വലിയൊരു മഹാനാണ്. സ്വഹബ്തനി മുൻദു 30 സന, 30 വർഷമായി നീ എന്റെ കൂടെയുണ്ട്, എന്റെ ശിഷ്യത്വം സ്വീകരിച്ച് എന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ ഹസ്സൽത, നിനക്ക് എന്താണ് കിട്ടിയത് എന്ന് ഉസ്താദ് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞു, ഹസ്സൽതു 8 ഫവായിദ മിനൽ ഇൽമി, എനിക്ക് 8 കാര്യങ്ങളാണ് 30 വർഷം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞത്. 30 വർഷം കൊണ്ട് 8 കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. വഹിയ തക്ഫീനി മിൻഹു, എനിക്കത് മതി, എനിക്കിതിനേക്കാൾ കൂടുതലൊന്നും ആഗ്രഹമില്ല, എനിക്കത് മതി. ലിഅന്നി അർജു ഖലാസി വനജാതി ഫീഹാ, കാരണം ഈ 8 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് ആദരണീയരായ ഉസ്താദ് ഷഖീഖുൽ ബൽഖിയോട് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നു, മാഹിയ, ആ 8 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 8 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിനു മുമ്പ് ആരാണ് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു? ഹജ്ജിന്റെ മാസം വന്നപ്പോ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന്റെ കയ്യിലില്ല. സാമ്പത്തികമായി അതിനുള്ള നാണയങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലോ വീട്ടിലോ അദ്ദേഹത്തിനില്ല. ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം കൂടിയുണ്ട്. ഒരു ദിവസം ഒരു പകലിൽ അദ്ദേഹം വളരെ ദുഃഖിതനായി, ടെൻഷനായി, ദുഃഖിതനായി ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ഉപ്പയെ സമീപിച്ച് ഉപ്പയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? അപ്പോഴാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ദുഃഖിതനായിരിക്കാൻ കാരണം എനിക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഹജ്ജ് കിട്ടിയോ എല്ലാവർക്കും? പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആൾക്ക് പൊക്കെ നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെന്റ് എങ്ങനെ ആയിക്കോട്ടെ, അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രാവശ്യം എനിക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്, പക്ഷേ ഹജ്ജ് ചെയ്യാനുള്ള ക്യാഷ് എന്റെ കയ്യിലില്ല. എന്റെ ഹജ്ജിന്റെ ചെലവ് അത് എനിക്ക് വിഷയമല്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും ഹജ്ജ് ചെയ്ത് ഞാൻ തിരിച്ചു വരും. പക്ഷേ എന്റെ വിഷമം 2 മാസക്കാലം അങ്ങോട്ടുള്ള യാത്ര, തിരിച്ചിങ്ങോട്ടുള്ള യാത്ര, അതിനിടയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന കാലാവധി ഏകദേശം 1 മാസമോ 2 മാസമോ ഞാൻ വീട്ടിൽ നിന്ന് അകന്നു നിന്നാൽ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ആരാണ് ഭക്ഷണം നൽകുക? അതിനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ല. ഇവിടെ നിങ്ങൾക്ക് 2 മാസത്തേക്ക് ചെലവിന് തരാൻ എന്റെ കയ്യിൽ അല്പം പോലും കാശില്ല. എന്റെ വിഷമം, നിങ്ങളെ ഞാൻ ഹജ്ജിന് പോയാൽ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുക? ഈ 2 മാസം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞപ്പോ ബുദ്ധിമതിയായ അള്ളാഹുവിൽ വിശ്വാസമുള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ഉപ്പയോട് പറയാണ്, ഉപ്പ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല.
നിങ്ങളല്ല ഭക്ഷണം നൽകുന്നത്, നിങ്ങളല്ല റിസ്ക് നൽകുന്നത്. ഭക്ഷണം നൽകാൻ യോഗ്യനായ ഒരാൾ ആകാശങ്ങളിലുണ്ട്, മുകളിലുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖുൽ മതീൻ. അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, നിങ്ങളല്ല. ഇനി നിങ്ങൾ ഹജ്ജിന് പോയില്ല, എന്നാൽ അല്ലാഹു വിചാരിക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت. അല്ലാഹു നൽകുന്നതിനെ തടയുന്നവനില്ലല്ലോ. പ്രാണീനെ ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? വായിലും തൊണ്ടയിലൊക്കെ എത്തിയിട്ടുണ്ട് പോയിട്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അല്ലാഹുവേ, നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല, നീ വിധിച്ചതിനെ തടയുന്നവനില്ല. വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. നിന്റെ വിധിയെ മാറ്റിമറിക്കുന്നവനുമില്ല. ഇതാണ് അല്ലാഹു തആല. അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, അല്ലാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഉപ്പാ, നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനാവരുത്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്. അതൊക്കെ പഠിച്ചു നോക്കൂലേ? നിങ്ങൾ എന്തിനെങ്ങനെ കരയുന്നു? നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹജ്ജിന് പോയിട്ട് വന്നോളൂ. നിങ്ങൾക്കൊക്കെ വിഷമുണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾക്കൊക്കെ 2 മാസം എൻ്റെ ഉമ്മപ്പൊക്കെ എൻ്റെ മക്കൾക്ക് എന്താകുന്നുള്ള വിഷമുണ്ടോ? ഈ കാലത്ത് വരെ വലിയ അസ്വസ്ഥതകളുള്ള ആളുകളുണ്ട്. ഞാൻ 2 മാസം ഹജ്ജിന് പോയിട്ട് അവിടെ നിന്നാലേ എൻ്റെ വീട് എന്താകും, എൻ്റെ മക്കൾ എന്താവും? ഇഷ്ടംപോലെ കോടിക്കണക്കിന് സ്വത്ത് വെച്ചിട്ട് അവർ പറയുന്നത് ആലോചിക്കുന്നത്. ഇവരങ്ങനെയായിരുന്നല്ലേ? ഇവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം പോലും കൂടുതലില്ല. ഉപ്പ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഒരു പേടിയും പിടിക്കണ്ട. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു എന്നാൽ ഉമ്മയോട് നിങ്ങൾ ഈ കാര്യം പറയുമോ, നീ ഈ കാര്യം ഉമ്മയോട് പറയുമോ എന്ന് ചോദിച്ചത്. ഉപ്പയും മക്കളും ഭാര്യയും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഉമ്മയോട് മകള് പറയുകയാണ്, ഉമ്മ, ഉപ്പാക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഹജ്ജിന് പോകാനുള്ള താല്പര്യം നമ്മുടെ ഉപ്പയ്ക്കുണ്ട്. ഉപ്പ ഹജ്ജിന് പോയിക്കോട്ടെ, പക്ഷെ ഉപ്പാക്ക് പേടിയുണ്ട്. ആരാണ് നമ്മൾക്ക് റിസ്ക് ഭക്ഷണം തരിക എന്നുള്ളൊരു പേടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ശരിയാണല്ലോ, ഇവിടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ബാക്കി വെക്കാതെ ഉപ്പ ഹജ്ജിന് പോയാൽ നമ്മുടെ ചെലവാരാ നോക്കുക, നമ്മൾക്കുള്ള ഭക്ഷണം ആരാ തരിക? അങ്ങനെ പോവാൻ പറ്റൂല എന്ന് ഉമ്മ പറഞ്ഞപ്പോ മകള് പറഞ്ഞു, ഉമ്മ നിങ്ങൾ അങ്ങനെ പറയരുത്, ഉമ്മ നിങ്ങൾ അങ്ങനെ പറയരുത്. ഉപ്പ പോയിക്കോട്ടെ, ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്, ഉപ്പയല്ല. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു റിസ്ക് നൽകുമെന്ന് പറയുമ്പോ എന്തിനാണ് ഇങ്ങനെ ഉപ്പയെ ഡിപെൻഡ് ചെയ്യുന്നത്? ഉപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലാഹു ഭക്ഷണം വേണ്ട എന്ന് വിചാരിച്ചാൽ ഉപ്പയ്ക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ എന്ന് കൊച്ചുമോൾ ഉമ്മയോട് ചോദിക്കുകയാണ്. അവസാനം നിർബന്ധിതയായി ഉമ്മയും മറ്റുള്ള മക്കളും സമ്മതിച്ചു. വളരെ സന്തോഷത്തോടെ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവുകയാണ്. ഭക്ഷണം 3 ദിവസത്തെ ഭക്ഷണം വീട്ടിലുണ്ടായിരുന്നു. ഹജ്ജിന് പോയി. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഹജ്ജിന് പോകാനുള്ള ചെലവോ കാശോ ഒന്നുമില്ല. ഇദ്ദേഹം ഹജ്ജിന് പോയി. വീട്ടിന്റെ അവസ്ഥ, 1-ാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചു, 2-ാമത്തെ ദിവസവും ഭക്ഷണം കഴിച്ചു, 3-ാമത്തെ ദിവസമാകുമ്പോ ആ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നുപോയി. പിന്നെ ഭക്ഷണമില്ല, പട്ടിണിയാണ്. എല്ലാരും വെള്ളം കുടിച്ച് അന്നത്തെ ദിവസം ചെലവഴിച്ചു. പിറ്റേ ദിവസം കൂടി ആയപ്പോ എല്ലാരും വിശന്ന് പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരയാൻ തുടങ്ങി. മറ്റുള്ള മക്കളൊക്കെ വിശപ്പ് സഹിക്കാതെ കരയുമ്പോ
ഈ പൊന്നുമോള് ചിരിക്കുകയാണ്. ചെറിയ മോൾ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം കൊടുത്ത മകള് ചിരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മയും മറ്റുള്ള ജ്യേഷ്ഠത്തിമാരും ദേഷ്യപ്പെടുന്നത്. ഞങ്ങളൊക്കെ പട്ടിണി കിടക്കുമ്പോൾ ഉപ്പയെ ഹജ്ജിന് പറഞ്ഞേച്ച് നീ ഇങ്ങനെ ചിരിക്കുകയാണോ എന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ പട്ടിണി കിടക്കുമ്പോ ഉപ്പയെ ഹജ്ജിന് പറഞ്ഞേച്ച് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണോ എന്ന്. ഉടനെ തന്നെ ആ സഹോദരി മറുപടി പറഞ്ഞതും, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവല്ല ഭക്ഷണം നൽകുന്നത്, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, ഉപ്പയല്ല. അന്ന് രാത്രിയായി. വെള്ളം കുടിച്ചുകൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങിയത്. രാത്രിയായപ്പോൾ ആ വീടിന്റെ വാതിൽ ആരോ ഒന്ന് മുട്ടുകയാണ്. വീടിന്റെ വാതിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. നോക്കുമ്പോൾ അന്നത്തെ ഖലീഫയുടെ പട്ടാളക്കാരാണത്, മൻസൂർ രാജാവിന്റെ പട്ടാളക്കാരാണത്. ഇവിടെ വല്ലതുണ്ടോ? കുടിക്കാൻ വെള്ളമുണ്ടോ? ഉണ്ട്, അതേ ഉള്ളൂ. വീട്ടിലുണ്ടായിരുന്ന മനോഹരമായ പാത്രത്തിൽ നല്ല തണുത്ത വെള്ളമെടുത്ത് പട്ടാളക്കാരന്റെ കയ്യിൽ കൊടുത്തു. പട്ടാളക്കാരൻ രാജാവായ ഖലീഫയായ മൻസൂർ രാജാവിന്റെ കയ്യിലേക്കും കൊടുത്തു. അവര് വേട്ടയാടാൻ വന്നതാണ്. വേട്ടയാടി കയ്യിലുള്ള വെള്ളം തീർന്നപ്പോ അടുത്തുള്ള വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് വെള്ളം ചോദിച്ചു വന്നതാണിവർ. മൻസൂർ രാജാവും കൂടെയുള്ള പട്ടാളക്കാരും വെള്ളം കുടിച്ചു. വയറ് നിറഞ്ഞു. സന്തോഷമായപ്പോൾ മൻസൂർ രാജാവ് ചോദിച്ചു, ഈ വീട് ആരുടെ വീടാണ്? ലിമൻ ഹാദൽ ബൈത്ത്, ഇത് ആരുടെ വീടാണ്? അപ്പൊ പറഞ്ഞു, ഇത് ഹാത്തിമുൽ അസ്സമിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ആലിം, ഇത്രയും വലിയൊരു ആലിമിന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹ്. ഇത്രയും നല്ല സൂഫി വര്യനായ ഇഖ്ലാസുള്ള ഉഖ്റവിയായ ഒരു ആലിമിന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹ്. ഭർത്താവിടെ, ഉപ്പയുടെ ഹജ്ജിന് പോയിരിക്കുകയാണ്. ഉടനെ തന്നെ രാജാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങളെടുത്ത് ആ വീട്ടുകാർക്ക് സമ്മാനമായി നൽകി. എന്നിട്ട് കൂടെയുള്ള പട്ടാളക്കാരോട് പറയുകയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന്. കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ ആ വീട്ടുകാർക്ക് എറിഞ്ഞുകൊടുത്തു. അവര് പോയി. അപ്പോ ഉമ്മയും മറ്റുള്ള മക്കളൊക്കെ നല്ല ചിരിക്കാൻ തുടങ്ങി, ആഹ്ലാദഭരിതരായി. അപ്പോഴേക്ക് കൊച്ചുമോള് കരയാണ്. ഉമ്മ ചോദിച്ചു, മോളെ, ഞങ്ങളെല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ നീ ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി ഞങ്ങൾ മാറിയപ്പോ നീ കരയുകയാണോ? അപ്പോഴാണ് ആ ചെറിയ മോള് പറഞ്ഞതുമ്മ, ദുനിയാവിലെ ഒരു വ്യക്തി ഞങ്ങളെ നോക്കിയപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ മുതലാളിയായി മാറി. ദുനിയാവിലെ ഒരു വ്യക്തി, ഒരാൾ ഞങ്ങളെ നോക്കിയപ്പോ ഞങ്ങൾ വലിയൊരു മുതലാളിയായി മാറി. എന്നാൽ സർവലോക പരിപാലകനായ അല്ലാഹു നിരന്തരമായി ഞങ്ങളെ നോക്കിയാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും? ഞങ്ങൾക്ക് വല്ല വിഷമമോ വല്ല വേദനയോ വല്ല ദുഃഖമോ നമ്മൾക്കുണ്ടാകുമോ? ഉമ്മ, അല്ലാഹുവിന്റെ നിഅമത്തോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പൊന്നുമോൾ തന്റെ ഉമ്മയോടും തന്റെ ജ്യേഷ്ഠത്തിമാരോടും പറയുന്നുണ്ട്. നേരെ മറിച്ച് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രാ സംഘത്തിന്റെ പിന്നാലെയാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഉള്ളത്. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന ഒരു സംഘത്തിന്റെ പിന്നാലെയാണ് ഹജ്ജിന് പോകുന്നത്. ഇതൊക്കെ നോക്കണം, അള്ളാഹു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. അങ്ങനെ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഒരു സംഘത്തിന്റെ പിന്നാലെയാ പോകുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ റിസ്ക് ആണ്. ആ സംഘത്തിലെ മുതിർന്ന ഒരാളെ എന്തോ ഒരു വസ്തു, വിഷമുള്ള വസ്തു കടിക്കുകയും അവരുടെ
വിഷം ശരീരത്തിലേക്ക് കയറി ബോധം കെട്ട് വീഴുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അവര് പല പച്ചമരുന്നുകളും കൂട്ടത്തിലുണ്ടായിരുന്ന വൈദ്യന്മാരെ കൊണ്ടൊക്കെ ചികിത്സിച്ചു നോക്കി. അപ്പോ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നിലുണ്ട്. ആ സംഘത്തിലുള്ള ഒരാൾ ബോധം കെട്ട് അബോധാവസ്ഥയിലാണ്. പല ആളുകൾ പല രീതിയിൽ പരീക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ആ സംഘത്തിലെ ഒരാൾ പറയുന്നത്, നമ്മുടെ ഈ സംഘത്തിന്റെ പിന്നാലെ വലിയൊരു സൂഫി വര്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഹാത്തിമുൽ അസ്സം എന്നാണ്, അദ്ദേഹത്തെ കൊണ്ടൊന്ന് മന്ത്രിച്ചൂതിയാലോ? ആയിക്കോട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ സംഘത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രമുഖനായ വ്യക്തിയെ മന്ത്രിച്ചൊന്ന് ഊതിയപ്പോ ആ വ്യക്തിക്കും ശിഫ ലഭിക്കുകയുണ്ടായി, ശമനം ലഭിക്കുകയുണ്ടായി. അതിന്റെ സന്തോഷത്താൽ ആ വ്യക്തി ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു. എന്റെ ഈ രോഗത്തിന് ശമനം നൽകിയ, എന്റെ ഈ രോഗത്തെ മന്ത്രിച്ചൂതി ശിഫ നൽകിയ ഹാത്തിമുൽ അസ്സമിന്റെ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് കാര്യം എന്തായി? ഹജ്ജിന് പോയത് വെറും കൈയോടെയാണ്. ആരെ പരമേൽപ്പിച്ചിട്ടാ പോയത്? അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ട്. വീട്ടുകാരേൽപ്പിച്ചിട്ടാ പോയത്? അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ട്. അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ? വീട്ടുകാരെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോയി. അള്ളാഹു അവിടേക്ക് ആളെ പറഞ്ഞയച്ചു. അവരുടെ ചെലവിന് ആവശ്യമുള്ള ക്യാഷ് നൽകി. ഹജ്ജിന് പോകുമ്പോ കയ്യിലൊന്നുമില്ല. ആരേൽപ്പിച്ച് ഇറങ്ങിയത്? അള്ളാഹുവിന്. അവിടെയും അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു കൊടുത്തു. ഓർക്കണം, നമ്മൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജനമായ സ്ഥലത്ത് ആരാരുമില്ലാത്ത മക്കയുടെ പാറക്കെട്ടുകൾക്കിടയിലാണ് മഹദിയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും തനിച്ച് താമസിപ്പിച്ച് തിരിച്ചു വരുന്നത്. ആരുമില്ല, ഒരു പക്ഷിയില്ല, പറവയില്ല, പച്ചപ്പില്ല, ഒന്നുമില്ല. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ ദർഇൻ. കൃഷിയില്ലാത്ത, പറവകളില്ലാത്ത, മനുഷ്യന്മാരില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഞാൻ എന്റെ ഭാര്യയെയും എന്റെ പിഞ്ചുമക്കളെയും ഞാൻ അവിടെ താമസിപ്പിച്ചത് റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇസ്മായിലിനെയും അലൈഹിസ്സലാം ഹാജർ ബീവിയെയും വിജനമായ സ്ഥലത്ത് വെച്ചു. ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി തിരിച്ചു പോവാൻ. ഒരു വാക്ക് മിണ്ടിയില്ല എന്ന ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു പൈതലിനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. 2 വട്ടം ചോദിച്ചു, 3 വട്ടം ചോദിച്ചു, മിണ്ടിയില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഈ വിജനമായ സ്ഥലത്ത് എന്നെയും എന്റെ മകനെയും ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ എന്ന് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലയാട്ടുകയാണ്. അതെ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന സൂചിപ്പിക്കുന്ന രീതിയിൽ തലയാട്ടി. അപ്പോഴാണ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് പേടിയില്ല. വിജനമായ സ്ഥലം തന്നെയാണ്, ആരാരുമില്ലാത്ത, വെള്ളമില്ലാത്ത, പറവയില്ലാത്ത, മരങ്ങളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, കൃഷിയില്ലാത്ത, പാറക്കൂട്ടങ്ങൾ മാത്രമുള്ള മരുഭൂമിയാണ്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകുന്നതാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൊരു പരാതിയുമില്ല എന്ന് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. ഭർത്താവ് പോയി ഒറ്റയ്ക്കാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. നിങ്ങൾ ആരാ? ഞാൻ ഹാജർ, ഇസ്മായിലിന്റെ ഉമ്മ, ഇബ്രാഹിമിന്റെ ഭാര്യ. നിങ്ങൾ ഇവിടെ താമസിപ്പിച്ചു പോയിരിക്കുകയാണോ? അതെ.
ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഇലാ മൻ വക്കലകുമാ, നിങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് പോയത് എന്ന് ചോദിച്ചപ്പോ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട് വക്കലകുമാ ഇലാ കാഫിൻ, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല. ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹാജർ ബീവിയോട് പറയുന്നുണ്ട്. എന്ത് സംഭവിച്ചു? വെള്ളമില്ല, കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് നിരന്തരമായി ഓടി. അപ്പോഴാണ് അല്ലാഹു തആല വലിയൊരു അത്ഭുതത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരിക്കലും വറ്റാത്ത സംസം എന്ന് പറയുന്ന വെള്ളം അല്ലാഹു നൽകുന്നത് അല്ലാഹുവിനെ ബലമേൽപ്പിച്ചത് കൊണ്ടാണ്. പിന്നെയാണ് അവിടെ പച്ചപ്പുണ്ടായത്, പിന്നെയാണ് അവിടെ കൃഷിയുണ്ടായത്, പിന്നെയാണ് അവിടെ പറവകൾ ഉണ്ടായത്, പിന്നെയാണത് വലിയ നാഗരികതകൾ നിറഞ്ഞു നിൽക്കുന്ന പട്ടണമായി മാറിയത്, ലോകം ഉറ്റുനോക്കുന്ന പട്ടണമായി മാറിയത്. അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് തന്റെ ഭാര്യയെയും തന്റെ മകനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ താമസിപ്പിക്കുകയും അല്ലാഹുവിൽ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേർ അവിടെ താമസിച്ചത് കൊണ്ടാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മൾക്ക് എന്നും കരുത്താണ്. തോൽക്കാതെ നെഞ്ചുറപ്പോടെ പതറാത്ത പാദത്തോടെ വളരെ ഊർജ്ജസ്വലരായി മുന്നേറാൻ നമ്മൾക്കുള്ള കരുത്ത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലെങ്കിൽ ബിസ്മില്ലാഹി തുക്ലാനു ഇലല്ലാഹ്, അല്ലാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന അർത്ഥമുള്ള ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അയാളെ ശല്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്ന പിശാചുക്കളോട് മറ്റുള്ള പിശാചുക്കൾ പറയുമത്രേ, അദ്ദേഹത്തെ നീ അറ്റാക്ക് ചെയ്യാൻ, അദ്ദേഹത്തെ നീ വഴിപിഴപ്പിക്കാൻ വേണ്ടി പോവുകയാണോ? കുഫീത വവുഖീത, ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് മലക്ക് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുന്ന വ്യക്തിയോട് കുഫീത വവുഖീത, നീ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും. എന്നിട്ട് ഇയാളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പിശാച് ഇറങ്ങി വന്നാൽ മറ്റുള്ള പിശാചുകൾ ചോദിക്കുമത്രേ, കൈഫ ബിറജുലിൻ ഖദ് വുഖിയ വകുഫിയ, അല്ലാഹുവിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട, അല്ലാഹു സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വഴിപിഴപ്പിക്കാൻ കഴിയുന്നത് എന്ന് പിശാചുക്കളോട് മറ്റുള്ള പിശാചുക്കൾ ചോദിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അചഞ്ചലമായ വിശ്വാസം, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മൾക്ക് വലിയ കരുത്താണത്. അത് വിജയത്തിന്റെ കോണിപ്പടിയാണ്. വിജയത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ എന്നും അവർ കുറിച്ചു വെക്കേണ്ടത് അല്ലാഹുവിലുള്ള വിശ്വാസം, യഖീൻ മഹ്കം, അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു മഹാന്മാരായ പൂർവസൂരികളായ സലഫ് സാലിഹീങ്ങളായ താബീങ്ങളും അസ്ഹാബുകളൊക്കെ. ഇതേ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു 30 വർഷക്കാലം തന്റെ ഉസ്താദിന്റെ പക്കത്ത് നിന്ന് പഠിച്ച് ശിഷ്യത്വം സ്വീകരിച്ച് ഒരു ദിവസമാണ് ഉസ്താദ് ചോദിക്കുന്നത്, 30 വർഷമായല്ലോ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, എന്താണ് നീ എന്നിൽ നിന്ന് നേടിയത് 30 വർഷം കൊണ്ട്, എന്താണ് സമ്പാദിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം പറയുന്ന മറുപടിയാണ്, നമ്മൾക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത് 8 കാര്യങ്ങളാണ് ഉസ്താദെ ഞാൻ പഠിച്ചത്, 8 കാര്യങ്ങളാണ്. അത് മതി എനിക്ക് വിജയിക്കാൻ, അത് മതി നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ. ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വിജയിക്കാനുള്ള വഴികളാണ്. ഒന്നാമത്തേത്, ഇന്നി നളർതു ഇലൽ ഖൽഖി ഫറഅയ്തു ലികുല്ലി മിൻഹും മഹബൂബ, ഞാൻ സൃഷ്ടികളെ നോക്കുകയുണ്ടായി,
ജനങ്ങളിലേക്ക് ഞാൻ നോക്കുകയുണ്ടായി. ലികുല്ലിൻ മിൻഹും മഹബൂബ, എല്ലാ ആളുകൾക്കും ഓരോ സ്നേഹിതന്മാരുണ്ട്, കാമുകന്മാരുണ്ട്, കാമുകിമാരുണ്ട്, പ്രണയിനികളുണ്ട്, പ്രാണനുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കുന്ന ഓരോ ആളുകളുണ്ട്. വമഅശൂകൻ യുഹിബ്ബുഹു, സ്നേഹിക്കുന്ന ഒരു കാമുകൻ, ഒരു സ്നേഹിതനുണ്ട്. വബഅദു ദാലികൽ മഹബൂബി യുസാഹിബുഹു ഇലാ മറദിൽ മൗതി, എന്നാൽ ഇവര് സ്നേഹിക്കുന്ന ചങ്ങാതിമാര്, ഇവര് സ്നേഹിക്കുന്ന സ്നേഹിതന്മാരിൽ ചില ആളുകൾ ഇയാളുടെ മരണം വരെ ഇയാളുടെ കൂടെ ഉണ്ടാകും. മറദുൽ മൗത്ത്, മരണം വരെയല്ല, മരണാസന്നമായ രോഗം വരെ, മറദുൽ മൗത്ത് വരെ. വബഅദുഹു യുസാഹിബുഹു ഇലാ ശഫീരിൽ ഖബരി, ചില ചങ്ങാതിമാര്, ചില സ്നേഹിതന്മാര് ഇയാളുടെ കൂടെ മരണസമയത്ത് കൂടെ നിന്നിട്ട് ഇയാളെ കുളിപ്പിച്ച്, ഇയാളെ ജനാസ മയ്യത്ത് കട്ടിലിൽ ജനാസ വെച്ച് മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ഖബറിൽ വെച്ച് മറമാടുന്നത് വരെ ഇയാളുടെ ചില ചങ്ങാതിമാർ, ഇയാളുടെ ചില സ്നേഹിതന്മാർ അയാളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാവരും മടങ്ങും. ഏത് ചങ്ങാതിയായാലും എത്ര വലിയ സ്നേഹിതനായാലും ഖബറിന്റെ അടുത്തേക്ക് വരെ പോകും. ഖബർ കഴിഞ്ഞാൽ, മറമാടിക്കഴിഞ്ഞാൽ, മിൻഹാ ഖലഖനാകും, ഇതിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, ഇതിൽ നിന്നാണ് ഇതിലേക്കാണ് നിന്നെ മടക്കുന്നത്, ഇതിൽ നിന്നാണ് നിന്നെ തിരിച്ച് പുനർജന്മം നൽകുന്നത് എന്നർത്ഥമുള്ള മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്നിങ്ങനെ പറഞ്ഞ് ഒരുപടി മണ്ണുവാരി എല്ലാ ചങ്ങാതിമാരും ഖബറിൽ നിന്ന് തിരിച്ചു പോകുമെന്നുള്ള ചിന്ത എനിക്കുണ്ടായി. ഞാൻ 30 വർഷം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇതാണ്. എന്ത്? എല്ലാവർക്കും ചങ്ങാതിമാര്, സ്നേഹിതന്മാരുണ്ട്. ചങ്ങാതിമാര്, സ്നേഹിതന്മാരില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ മക്കള്, ഭാര്യ, ഭർത്താവ്, ചങ്ങാതിമാർ, കുടുംബക്കാർ, നാട്ടുകാർ, ആരോ ആവട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, അവരിൽ ചില ആളുകൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ അവർ പോകും. ചില ആളുകളോ മരിച്ച് ഖബറിൽ വെക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഖബറിൽ വെച്ച് മറമാടി എല്ലാവരും തിരിച്ചു പോകും. അവസാനം ഖബറിൽ അവൻ ഒറ്റയ്ക്കാകും. എത്ര വലിയ ചങ്ങാതിമാരുടെ ശൃംഖലകൾ ഉണ്ടെങ്കിലും. ഫേസ്ബുക്കിലൊക്കെ എനിക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിക്കുന്ന ചെറുപ്പക്കാരില്ലേ അല്ലേ? എന്റെ ഫ്രണ്ട്സില് 5000 ആളുണ്ട്, എന്റെ തികഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് 5000 അല്ല 10000 പേജ് തുടങ്ങി 1,00,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 1 കോടി ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഖബറിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോകണം. അവിടെ ആരുണ്ടാവില്ല. ويتركه فريدا وحيدا ولا يدخل معه في قبره منهم أحد. ഒരാളും അയാളുടെ കൂടെ ഖബറിടത്തിലേക്ക് ഒരാളും കടന്നു പോകില്ലല്ലോ. ക്യാ ക്യാ സാഹിബേ മാൽ ഗയേ ന ദൗലത്ത് ഗയേ സാത്ത് ന അത്ഫാൽ ഗയേ. എത്ര വലിയ മുതലാളിമാർ, എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഒരാളുടെ ഖബറിലേക്കും അയാളുടെ സമ്പാദ്യങ്ങളോ ചങ്ങാതിമാരോ നാട്ടുകാരോ ഖബറിടത്തിലേക്ക് പോയിട്ടില്ല, ഒറ്റയ്ക്കാണ് പോയത്. ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ എനിക്ക് ഒരുപാട് ചങ്ങാതിമാർ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ മരിച്ചാൽ ഖബറിലേക്ക് ഞാൻ ഒറ്റയ്ക്കേ പോകുള്ളൂ. എന്റെ കൂടെ വേറെ ഒരാളും വരും. നമ്മളൊക്കെ മരിച്ചാൽ ഖബറിലേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ലാതെ വേറെ ഒരാളും നമ്മുടെ കൂടെ വന്നിട്ട് കിടക്കാൻ നാട്ടുകാരൻ അനുവദിക്കൂല. അങ്ങനെ കിടക്കുന്ന ഒരു സ്നേഹിതൻ നമ്മൾക്ക് ആജീവനാന്തകാലം കിട്ടൂല. ചങ്ങാതിയല്ലേ, പാവല, ഒറ്റയ്ക്ക് കിടക്കണം, ഞാനും കൂടെ കിടന്നോട്ടെ, ഒറ്റയ്ക്ക് ബോറടിക്കൂലേ. അങ്ങനെ ഏതെങ്കിലും ഒരു ചങ്ങാതി വന്നിട്ട് കിടക്കോ? എവിടെ? പനി പിടിച്ച് അവനെ തിരിഞ്ഞോക്കാത്ത ചങ്ങായിമാരായി. അപ്പൊ അങ്ങനെ ഒരു ചങ്ങാതി എനിക്ക് കിട്ടൂല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്റെ പ്ലാൻ മാറ്റി. എനിക്ക് നാട്ടിൽ കുറെ ചങ്ങാതിമാരുണ്ടായിട്ട് എന്താ? എനിക്ക് എന്റെ കുടുംബത്തിലോ എന്റെ നാട്ടിലോ ഒരുപാട് ചങ്ങാതിമാരുണ്ടായിട്ട് എന്താ? ഞാൻ ആഗ്രഹിച്ചത് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിടമുണ്ട്, അവിടേക്ക് എനിക്ക് ചങ്ങാതിമാർ വേണം. ഇവിടെ ചങ്ങാതിമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാണ്. ഖബറിടത്തിലേക്ക്, എന്റെ ഇരുട്ടറ അല്ലെങ്കിൽ ഏകാന്തതയുടെ ലോകമായ ഖബറിടത്തിലേക്ക് എന്റെ കൂടെ നിന്ന് ഖിയാമത്ത് നാൾ വരെ നേരം പോക്കാക്കുന്ന ചില ചങ്ങാതിമാർ എനിക്ക് വേണം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി.
ഫതഫക്കർതു, ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അഫ്ളലു മഹബൂബിൽ മർഇ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ചങ്ങാതി അവന്റെ കൂടെ ഖബറിലേക്ക് പ്രവേശിക്കുന്നവനാണ്. നമ്മുടെ കൂടെ ഖബറിലേക്ക് വരാൻ തയ്യാറുള്ളവനാണ് നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതി. ഏത് ചങ്ങാതിക്ക് പറ്റും? ഏത് ചങ്ങാതിക്ക് പറ്റും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരാൻ? പറ്റുമോ? ഏതെങ്കിലും ചങ്ങാതിക്ക് പറ്റുമോ? ഇല്ല. എനിക്ക് മനസ്സിലായി ഞാൻ സ്നേഹിക്കേണ്ടത്, ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടത് എന്റെ കൂടെ ഖബറിലേക്ക് വരുന്ന ചങ്ങാതിമാരെയാണ്. ഖിയാമത്ത് നാൾ വരെ എന്റെ ഖബറിൽ എനിക്ക് ടൈം പാസിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിമാരെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഒരുപാട് ആലോചിച്ചു ഏത് ചങ്ങാതിമാരാണ് എനിക്ക് അങ്ങനെ ലഭിക്കുക എന്ന്. ഫമാ വജദ്തുഹു ഗൈറൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. സ്വാലിഹായ പ്രവർത്തനങ്ങൾ മാത്രമേ എന്റെ ഖബറിലേക്ക് നാളെ കടന്നു വരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഒരാളും വരൂല. ഞാനിവിടെ ചെയ്യുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, അത് മാത്രമേ എന്റെ ഖബറിലേക്ക് വരൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത് സൽപ്രവർത്തനങ്ങളെയാണ്, നല്ല നല്ല പ്രവർത്തനങ്ങളെയാണ്, സ്വാലിഹായ അമലുകളെയാണ് ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത്. എന്തിനാണത്? ലിതകൂന ലീ സിറാജൻ ഫീ ഖബ്രി, എന്റെ ഖബറിൽ എനിക്ക് പ്രകാശമാകാൻ വേണ്ടി. എല്ലാവരും ഇരുട്ടറയാണ്, മണ്ണറയാണ്, ഏകാന്തതയുടെ ലോകം എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന എന്റെ ഖബറിടത്തിലേക്ക് കടന്നു വരാൻ, പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ചങ്ങാതിമാർ എനിക്ക് വേണമെന്ന് ഞാൻ ആലോചിച്ചു. അത് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ എനിക്ക് നേരം പോക്കാക്കുന്ന ചങ്ങാതിമാരെയാണ് എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല, ഞാൻ എന്റെ ഖബറിടത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല. അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നാളെ ആഖിറത്തിലേക്ക് എന്റെ കൂടെ കടന്നു വരുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. അല്ലാഹു തആല പറയാണ് പരിശുദ്ധ ഖുർആനിലൂടെ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാത, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, ഞാൻ നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലാ തബൂർ, അവരുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നാളെ ഖബറിടത്തിലേക്ക് എത്തുമ്പോൾ 4 കാര്യങ്ങളുണ്ട്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന 4 കാര്യങ്ങളുണ്ട്. ഖബർ ഇരുട്ടറയാവാതിരിക്കാൻ, ഖബർ ഇടുങ്ങിയതാവാതിരിക്കാൻ, ഖബറിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാതിരിക്കാൻ, ഖബറിലേക്ക് പുഴുക്കളും തേളുകളും പാമ്പുകളും വരാതിരിക്കാൻ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നമ്മൾ മരണത്തെ പേടിക്കുന്നത്? നമ്മൾ മരണത്തെ പേടിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. മരണത്തെ നമ്മൾ പേടിക്കാനുള്ള കാരണം എന്താ? പറഞ്ഞോളൂ, എന്താണ്? ഖബർ ഇരുട്ടറ അല്ലെ? അങ്ങനെ കേട്ട് ഖബർ എന്ന് പറഞ്ഞാൽ ഇരുട്ടറയായിട്ട് നമ്മൾ ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യം, അടി, ഇടി, പുഴുക്കള്, കണ്ണു തള്ളിപ്പോവല്, വേറെ പൊട്ടല് അല്ലെ, ഇടുങ്ങിയ ഖബർ, നരകത്തിന്റെ കവാടങ്ങൾ, തീജ്വാലകൾ, ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ മറ്റു വേറൊരു ഖബറുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടില്ല. അത് നമ്മൾ കേട്ടിട്ടും കേൾക്കാതെ പോലെ നടിക്കുകയാണ്. അത് കേട്ടിരുന്നെങ്കിൽ ഖബറിലേക്ക് പോകാൻ നമ്മൾ കൊതിക്കുമായിരുന്നു. നമ്മൾ ഇത് കേട്ടതുകൊണ്ട്, ഇത് നമ്മുടെ മനസ്സിൽ കുത്തിവെച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്നത്. വേറൊരു ഖബറുണ്ട്, ആ ഖബർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആലോചിക്കണം, നമ്മളെല്ലാവരും രോഗികളായി ഇന്ന് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. നമ്മൾക്ക് മനസ്സിലായി ഇന്നത്തേത് എന്റെ അവസാനത്തെ ദിവസമാണ്,
ഇന്ന് ഞാൻ മരിക്കുമെന്ന് നമ്മൾക്ക് തിരിച്ചറിഞ്ഞു, ഒരു തിരിച്ചറിവ് ലഭിച്ചു. ആ സമയത്ത് വല്ലാത്ത ദുഃഖമുണ്ടാകും. പഠിച്ചോനെ, എന്റെ ഭാര്യ കാണൂലല്ലോ, എന്റെ മക്കൾ ഇനി കാണൂലല്ലോ, എനിക്ക് ഈ മനോഹരമായ ശീതീകരിച്ച AC യുള്ള മുറിയിൽ നിന്ന് ഇനി മണ്ണിലാണല്ലോ ഞാൻ കിടക്കേണ്ടത്, ഇനി എന്റെ കൂടെ ചങ്ങാതിമാരില്ല, ഞാൻ എന്താ ചെയ്യാ? പേടിച്ചു പേടിച്ചു ഉറക്കുകയാണ്. അതിനു പകരം പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഖബറിലേക്ക് പോകാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. കൂടെ നിന്നാൽ മതി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി വരും. ഒരു ഇസ്ലാമിക് സെന്റർ തുടങ്ങണല്ലേ, ബിൽഡിംഗ് കെട്ടാനല്ലേ, കെട്ടിക്കഴിഞ്ഞല്ലേ സഹചാരിയുടെ റിലീഫ് സെന്റർ എവിടെ കിട്ടുന്നു? സ്ഥലം വാങ്ങിച്ചിനോ? നോക്കുന്നുണ്ട്, സ്ഥലം നോക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകര് പരിപാടി സംഘടിപ്പിച്ചത് ഈ ഒരു ഉദ്ദേശത്തോടെയാണ്. നമ്മുടെ SKSF-ന്റെ സഹചാരി അതിന്റെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മാണം, അതിനുള്ള സ്ഥലമൊക്കെ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് പിരിവൊന്നുമില്ല. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബക്കറ്റിൽ നല്ലൊരു തുക എല്ലാവരും ഇട്ട് കൊടുക്കുക. 100-ൽ കുറയാതെ 100, 500, 1000 അതിന് മുകളിൽ 100-ന് മുകളിലുള്ള നല്ലൊരു തുക എല്ലാവരും ഇട്ട് കൊടുക്കുക. നാളെ ആദരണീയരായ നൗഷാദ് വാഖവി ഉസ്താദ് വരും. അതുപോലെ പിറ്റേ ദിവസം ആദരണീയരായ സിംസാർ ഹഖുദ് ഉസ്താദ് വരും. ഇപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അകമൊഴിഞ്ഞ് നമ്മുടെ ഈ സംഘാടകരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന രീതിയിൽ ഈ പരിപാടി പരിസമാപ്തി കുറിക്കുമ്പോൾ ആ ബിൽഡിങ്ങിനുള്ള തുകകൾ സംഭരിക്കാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വളരെ മാന്യമായി, നല്ലൊരു മാന്യമായ രീതിയിൽ സഹകരിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്നത് ഖബറിൽ പോയാൽ അവിടെ ഇരുട്ടറയാണല്ലോ, ഖബർ ഇടുങ്ങിയതാണല്ലോ, ഖബറിൽ മുൻകർ നകീറിന്റെ ചോദ്യങ്ങളുണ്ട്, നരകത്തിന്റെ അദാബുണ്ട്, പുഴുക്കളുണ്ട് എന്നൊക്കെ പേടിച്ചിട്ടാണ്. എന്നാൽ ഇതൊന്നുമല്ല, ഖബറിന്റെ മറ്റൊരവസ്ഥയുണ്ട്. ആ ഖബറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മനസ്സിലാക്കിയാൽ പിന്നെ മരിക്കാൻ നമ്മൾക്ക് പൂതിയാണ്, മരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ, പിന്നെ എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമായ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചാൽ, നമ്മളൊക്കെ ഉമ്മ മുസ്ലിമാണ്, ഉപ്പ മുസ്ലിമാണ്, അങ്ങനെ നമ്മൾ മുസ്ലിമീങ്ങളായി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളായി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ, അഥവാ മുസ്ലിമായ ഒരാൾ മുസ്ലിമായാൽ മാത്രം പോരാ. തുമ്മസ്തഖാമൂ, പിന്നെ അല്ലാഹു പറയാൻ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞതേ അവർ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എവിടെ ഉണ്ടോ? ബക്കറ്റൊക്കെ ഇട്ടിട്ട് വേഗം ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നമ്മൾക്ക് ഖബർ എന്ന് കേൾക്കുമ്പോൾ ഇനി പേടിക്കാൻ പാടില്ല. ഖബറിലേക്ക് പോകാൻ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും. പേടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ആ കാരണങ്ങൾ ഇല്ലെങ്കിൽ ഇനി പേടിക്കണ്ടല്ലോ. മദ്രസയിലേക്ക് പോകാൻ കുട്ടികൾക്ക് പേടി എന്തുകൊണ്ടാണ്? ഉസ്താദുമാരെ അടിക്കൂന്ന് പറഞ്ഞിട്ടാ പേടി. അത് ഇന്നലെ പോയിട്ടില്ല, അപ്പൊ ഇന്ന് കുട്ടി എന്തായാലും കരയും, ഉസ്താദ് എന്തായാലും അടിക്കും. അല്ലെങ്കിൽ 6:30 എത്തേണ്ടത് 6:45 ഉമ്മ ഉറക്കം നണിച്ച് നോക്കുമ്പോ 6:45. ഞാൻ പോവില്ല. എന്റെ ഇന്ന് മാത്രം ഒരു പേടി, ഉസ്താദ് അടിക്കുമോ ചീത്ത പറയുമോ എന്ന പേടി. സ്കൂളിലും അതേപോലെ. അപ്പൊ ഉമ്മ ഉസ്താദ് അടിക്കൂല, ഞാൻ വിളിച്ചു പറയാം അല്ലേ, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ഉമ്മ കുട്ടിയുടെ മുമ്പിൽ തന്നെ വിളിച്ചു, ഉസ്താദെ കുട്ടി കുറച്ച് വൈകിപ്പോയി, നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. കുട്ടിക്ക് ധൈര്യമായി. കുട്ടി ധൈര്യമായിട്ട് അവിടെ പോയി, മദ്രസയിൽ പോയി, അടിച്ചില്ല. പേടി പോയി. എന്താ പേടി പോയത്? അവിടെ പ്രശ്നമില്ല എന്ന് മനസ്സിലായി. അതേപോലെ ഖബറിനെ കുറിച്ച് നമ്മൾക്ക് പേടിയാണ്. അവിടെ ഖബർ മണ്ണറ, ഇരുട്ടറ, ഇടുങ്ങിയത്, അതൊന്നുമില്ല. പിന്നെന്തിനാ പേടിക്കുന്നു? ധൈര്യമായിട്ട് പോയിക്കൂടെ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ ഇല്ലേ? ബാക്കിയുള്ള ആളുകൾക്ക് ഇവിടെ ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ
تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾ അതുകൊണ്ട് രക്ഷപ്പെടൂല. പിന്നെ അള്ളാഹു പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. അതങ്ങനെ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല. നമ്മൾക്കറിയാം തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതായാലും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും. കള്ളുകുടി അത് ഉമ്മ ഉപ്പ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അത് തെറ്റാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവും. വ്യഭിചാരം, കക്കൽ, കളവ് പറയൽ, മോഷ്ടിക്കൽ, നുണ പറയൽ, ഇതൊക്കെ നമ്മളൊരു വാലിന്റെയോ ഒരു ക്ലാസിന്റെയോ ആവശ്യമില്ലാതെ അത് മനുഷ്യർക്ക് ജന്മനാ തിരിച്ചറിയുന്ന ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. തെറ്റേത് ശരിയേത്. അപ്പൊ തെറ്റാണെന്ന് തോന്നുന്നതിൽ നിന്ന് മാറി നിന്ന് നന്മ മാത്രം ചെയ്ത് ജീവിക്കുക, ഇതാണ് നാളെ ആഖിറം ഈ പറയുന്ന രീതിയിലാക്കാനുള്ള വഴി. ഇങ്ങനെയായാൽ, ഇങ്ങനെ ജീവിച്ചാൽ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താൽ, നമ്മളൊക്കെ രോഗാസന്നനായി മരണശയ്യയിൽ രോഗശയ്യയിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക്. നമ്മളൊക്കെ വളരെ വിഷമത്തിൽ പേടിച്ചിരിക്കുമ്പോഴാ നേരെ ഉസ്താദിനെ ഉമ്മ വിളിച്ചതുപോലെ മലക്ക് വന്നിട്ട് പറയാ, എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫു. ആരെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കബറിടത്തിൽ ഇരുട്ടറയല്ല, നിങ്ങളുടെ കബറിടം പ്രകാശപൂരിതമാണ്. നിങ്ങളുടെ കബറിടം ഇടുങ്ങിയതല്ല, വിശാലമാണ്. നിങ്ങൾ കബറിൽ ഒറ്റയ്ക്കല്ല, ഖിയാമത്ത് നാൾ വരെ ചങ്ങാതിയുണ്ട്. സഹോദര, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്താ ദുഃഖം? ഭാര്യയെയും മക്കളെയും വിട പറയുന്നതിലാണോ നിങ്ങളുടെ ദുഃഖം? അതാണോ ദുഃഖം? ദുഃഖിക്കണ്ട, അതിനുള്ള വഴിയുണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. ഈ വീട്ടിനേക്കാളും നല്ല ഒരു വീട്, അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നമ്മുടെ വീടിനേക്കാളും നല്ല ഒരു വീട്. അൽഹംദുലില്ലാഹ്, അല്ലേ? എന്താ പറയുന്നത്? നമ്മുടെ വീടിനേക്കാളും നല്ല വീട് കബറായാൽ പേടിക്കണോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? 5000 സ്ക്വയർ ഫീറ്റിന്റെ മനോഹരമായ വീട് നമ്മൾ എടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കബറിൽ ഇതിനേക്കാളും സുഖം കിട്ടൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് 2 കോടി 3 കോടി ചെലവഴിച്ചത് ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാളും വിശാലത നൽകണേ അല്ലാഹ്. 5000 എന്നല്ല, കബറിൽ നിങ്ങൾ പുറത്ത് കാണുന്ന കബറ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉള്ളിലെത്തിയാൽ, അകത്തെത്തിയാൽ 5000 എന്നല്ല, 10000 സ്ക്വയർ ഫീറ്റിനേക്കാളും വിശാലമാണ് കബറ്. നമുക്കറിയും അവിടെ എത്തിയാൽ. അതാണ് നമ്മൾ നിസ്കാരത്തിന് ദുആ ചെയ്യുന്നത്. വഅക്രിം നുസുലഹു വവസ്ഇ മദ്ഖലഹു. അദ്ദേഹം പ്രവേശിക്കുന്ന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കല്ലാ. അയാളുടെ ഇരിപ്പിടം, അയാൾ കിടന്നുറങ്ങുന്ന ഈ വീട് നീ മനോഹരമാക്കി കൊടുക്കണേ അല്ലാ. അയാളുടെ വീട്ടിനേക്കാളും മനോഹരമാക്കി കൊടുക്കണേ അല്ലാ. എന്നിട്ടോ വഗ്സിൽഹു വഅക്രിം നുസുലഹു വവസ്ഇ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ മയ്യിത്ത് നിസ്കാരത്തിന് ദുആ ചെയ്യും. നിങ്ങൾക്ക് ദുആ അറിയില്ല? ദുആ ചെയ്യുന്നവർക്ക് ദുആ ചെയ്യൂ. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج البارد. اللهم أبدله دارا خيرا من داره. അല്ലാഹുവേ, ഇതിനേക്കാളും നല്ല വീട് നീ കൊടുക്കണേ അല്ലാഹ്. എന്താ ദുആ? മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ എന്താണ്? ഇതിനേക്കാളും വീട് എനിക്ക് കിട്ടുമോ? ഡൗട്ട് വേണ്ട, കിട്ടും. നിങ്ങൾ എത്ര വലിയ വീട് വെച്ചാലും ഈ പറയുന്നത് പോലെ ജീവിച്ചാൽ ആ വീടിനേക്കാളും വലിയ വീട് അവിടെ ഉണ്ട്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ, ഇതിനേക്കാളും നല്ല ഒരു വീട് നീ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ വീടിനേക്കാളും മനോഹരമായ വീടാണെങ്കിൽ പിന്നെ എന്ത് ടെൻഷനാണ് നമ്മൾക്കുള്ളത്? പിന്നെ എന്തിന്റെ പേരിലാണ് ദുഃഖിക്കേണ്ടത്? നമ്മളൊക്കെ തറവാടിൽ ജീവിച്ച ആളാണ്. എല്ലാവരും ഉപ്പയുടെ വീട്ടിൽ ഇങ്ങനെ 4-5 മക്കൾ, കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കുട്ടികളുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കായി. പിന്നെ ഭാര്യ പറഞ്ഞു, മക്കളൊക്കെ പറഞ്ഞു ഒരു വീടെടുക്കാൻ. അങ്ങനെ ഒരു വീടെടുത്തു.
അങ്ങനെ തറവാട്ട് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക, അല്ല ദുഃഖമാണോ? അതുണ്ടാവുക സന്തോഷം. നേരെ മറിച്ച് ഒരു ചെറിയൊരു കോട്ടേഴ്സിന്റെ മുറിയിലേക്ക് പോവാൻ വീടെടുക്കാനൊന്നും കഴിയുന്നില്ല, വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ താൽക്കാലികമായിട്ട് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ചെറിയൊരു കോട്ടേഴ്സ്, അപ്പൊ ഒരു സമാധാനം ഉണ്ടാവൂല, റാഹത്ത് ഉണ്ടാവൂല. മാസം എണ്ണി കൊടുക്കണ്ടേ 5,000 10,000. എന്നാൽ ഇങ്ങനെയല്ല, നീ നിന്റെ തറവാടിൽ നിന്ന് മനോഹരമായ പുതിയ വീടിലേക്ക് പോകുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ നീ കിടക്കുന്ന വീടിനേക്കാളും നല്ല വീടായി നിന്റെ കബറിടം മാറിയാൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. അല്ലാ തഖാഫു, നീ പേടിക്കേണ്ടതില്ല. അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, കുടുംബത്തേക്കാൾ നല്ല കുടുംബം. കുടുംബത്തോട് യാത്ര ചോദിക്കുന്നതിൽ ടെൻഷൻ ഉണ്ടാകും, പക്ഷെ ഇതിനേക്കാൾ നല്ല കുടുംബമാണ് അവിടെ ഉള്ളത്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ നൽകട്ടെ. ഇവിടുത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ കുടുംബം? കല്യാണത്തിന് പോയില്ലെങ്കിൽ പ്രശ്നമാണ്, പോയതൊന്ന് വൈകിയാലും പ്രശ്നമാണ്, ക്ഷണിച്ചാലും പ്രശ്നമാണ്, ക്ഷണിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ഒന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ, പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ കാണുമ്പോ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ കുടുംബക്കാർ. ഈ കുടുംബത്തെക്കാളും നല്ല കുടുംബം അവിടെ നൽകണമെന്ന് പറയുമ്പോ ആ കുടുംബക്കാര് നമ്മെ ദുഃഖിപ്പിക്കുകയില്ല, എന്നും സന്തോഷം മാത്രമാണ് ആ കുടുംബക്കാര് നൽകുക. നമ്മൾക്ക് ടെൻഷൻ നൽകൂല, നമ്മളെ വിഷമിപ്പിക്കൂല, നമ്മെ പ്രയാസപ്പെടുത്താത്ത കുടുംബം അവിടെ നൽകണേ അല്ലാഹ്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇവിടുത്തെ കുടുംബത്തെക്കാളും നല്ല കുടുംബം അവിടെ കിട്ടിയാല് സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ലാഹുവേ, ഇയാളുടെ ഭാര്യയേക്കാൾ നല്ല ഭാര്യ കൊടുക്കണേ അല്ലാഹ്. സന്തോഷല്ലേ? പടച്ചോനെ, ഈ പെണ്ണിന് സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഇത് പരാതിയും പ്രശ്നവും ചൊടിയും പണക്കവും അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ദുആ ചെയ്യുന്നത്, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഈ ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നീ നൽകണേ അല്ലാഹ്. ആ ഭാര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല, വെറുപ്പിക്കൂല, ചൊടിപ്പിക്കൂല, പിണക്കൂല. ഇതിനേക്കാളും നല്ല ഭാര്യ. പിന്നെന്തിനാ ടെൻഷൻ? ഇതിനേക്കാളും നല്ല ഭർത്താവ്, ഭർത്താവിനേക്കാളും നല്ല ഭർത്താവിന് നൽകണേ അല്ലാഹ്. ഈ ഭർത്താവാണെങ്കിൽ ചായയുടെ പഞ്ചസാര കുറഞ്ഞതിന്റെ പേരിലാണ് ഇന്നലെ ചീത്ത പറഞ്ഞത്, ഇന്നത്തെ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത്, അയൺ ചെയ്യാത്തതിന്റെ പേരിലാണ് ഒരാഴ്ചക്കാലം പിണങ്ങി നിന്നത്, അലക്കിയിട്ട് വസ്ത്രത്തിൽ നിന്ന് ചെറിയൊരു കറ ബാക്കിയായതിന്റെ പേരിൽ അടിച്ചിട്ടുണ്ട്, വസ്ത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളും നല്ലൊരു ഭർത്താവിന് നൽകണേ അല്ലാഹ്. ഇതിനേക്കാളും നല്ല ഭർത്താവ് നമ്മൾക്ക് ഖബറിൽ കിട്ടും. പേടിക്കണോ? ടെൻഷൻ വേണോ? ദുഃഖം വേണോ? സന്തോഷല്ലേ? ഇനി പിന്നെ മക്കളാണ്. ചുറ്റുഭാഗങ്ങളുള്ള അയൽവാസികളെക്കാൾ നല്ല അയൽവാസികളെ നൽകണേ അല്ലാഹ്. മക്കളെക്കാൾ നല്ല മക്കളെ നൽകണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന വെറുതെയല്ല, ഇത് നല്ലവരായ ആളുകൾ അനുഭവിക്കാൻ പോകുന്നതാണ് ഖബറിൽ വെച്ച്. വീടിനേക്കാൾ നല്ല വീട്, ഭാര്യയേക്കാൾ നല്ല ഭാര്യ, മക്കളെക്കാൾ നല്ല മക്കൾ, അയൽവാസികളെക്കാൾ നല്ല അയൽവാസികൾ, കുടുംബക്കാരെക്കാൾ നല്ല കുടുംബക്കാർ. ഇത്രയും മനോഹരമായൊരു വീട്ടിലേക്കാണ് നമ്മൾ കടന്നു പോകാനുള്ളത്. അതുകൊണ്ട് അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, ആ സ്വർഗ്ഗം കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. ഈ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്, ഈ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്. സ്വർഗ്ഗം കാണുമ്പോൾ തന്നെ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തൊരു ആശ്വാസമാകും, ഇവിടേക്കല്ലേ ഞാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനൊരു ലോകാണ് ഖബർ. നമ്മൾ എന്തിനാ ഖബർ എന്ന് പറയുമ്പോ ആ ഒരു തീക്കുണ്ടാരമായിട്ട് വിശ്വസിക്കുന്നത്? ഇങ്ങനൊരു ഖബറില്ലേ? ഇങ്ങനൊരു ഖബറില്ലേ? ആ ഒരു ഖബറിടമാക്കി മാറ്റിക്കൂടെ നമ്മുടെ ഖബറിടങ്ങളെ? അതിനുള്ള വഴികളല്ലേ നമ്മുടെ ഈ വഅദുകളൊക്കെ? ഖബറിടങ്ങളെ ഈ പറയുന്ന രീതിയിൽ ടെൻഷനില്ലാതെ, ദുഃഖമില്ലാതെ, വെപ്രാളമില്ലാതെ, വിഷമമില്ലാതെ സന്തോഷത്തോടെ മരിച്ചു പോകാൻ, എപ്പോ മരിച്ചാൽ, ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും മറ്റന്നാൾ മരിച്ചാലും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കണ്ടു ഖബറിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഖബറിടങ്ങൾ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറണം. അത് മാറ്റാനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ഖബറിടത്തെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന്, നിങ്ങളുടെ ഖബറിടത്തെ വിശാലമാക്കാമെന്ന്, നിങ്ങളുടെ വീടിനേക്കാളും വിശാലമായ ഖബറാക്കി തരാം.
നിങ്ങളുടെ വീടിനെക്കാളും പ്രകാശമുള്ള വീടാക്കി നിങ്ങളുടെ കബറിടങ്ങളെ ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ 4 കാര്യം ചെയ്താൽ മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അതാണ് ഞാൻ ഓതി വെച്ചത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ. അപ്പോൾ അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ, യർജൂന തിജാറതൻ ലാ തബൂർ, അവരുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറയുന്ന ആയത്ത്, അതിനോട് സമാനമായ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകളുടെ ഖബറിടം വിശാലമാക്കപ്പെടുമെന്ന്, ഖബറിടം പ്രകാശിപ്പിക്കപ്പെടുമെന്ന്, ഖിയാമത്ത് നാൾ വരെ ഖബറിൽ ഒരുപാട് ചങ്ങാതിമാരുണ്ടാകുമെന്ന്, ഖബറിടത്തിൽ നരകത്തിന്റെ അദാബ് ഉയർത്തിത്തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഫമുഹാഫലത്തുസ് സ്വലാത്തി, നിസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കണം. തോന്നുമ്പോഴല്ല വളരെ കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയണം. എങ്ങനെയത്? 10 വയസ്സായ മക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ആരുമാവട്ടെ, 10 വയസ്സ് മുതൽ, ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തുടരേണ്ട ഒരു ശീലമാണ്, മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു ശൈലിയാണ്. സുബഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണർത്താനും നിസ്കരിക്കാനും അവർക്ക് പ്രോത്സാഹനം നൽകുക. ചെറിയ കുട്ടിയല്ല, ഉറങ്ങിക്കോട്ടെ, നോ എക്സ്ക്യൂസ്. ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അളവ് കൊടുക്കാനേ പാടില്ല. 10 വയസ്സ് മുതൽ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ മക്കൾ ശീലിക്കട്ടെ. തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ മക്കൾ ശീലിക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങേണ്ടതുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലുള്ള ടിവികൾ ഓൺ ചെയ്യപ്പെടാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ ടിവികൾ തുറക്കപ്പെടാൻ പാടില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വളരെ വേഗത്തിൽ കിടന്നുറങ്ങണം. പിന്നെ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കരുത്, പിന്നെ ക്ലബ്ബുകളിൽ പോയിരിക്കരുത്, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കരുത്, പള്ളിയുടെ വരാന്തകളിൽ ഇരിക്കരുത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും നേരെ വീട്ടിലേക്ക് കടന്നു വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ സംസാരിക്കാൻ പോലും നിൽക്കാതെ നേരെ കിടന്നുറങ്ങിയാൽ ഉറക്കിന്റെ പ്രശ്നമില്ല, ഉറക്ക് തികയാത്ത പ്രശ്നമില്ല. എല്ലാ വീട്ടുകാരും 10 വയസ്സ് മുതലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൃത്യമായി തഹജ്ജുദ് നിസ്കാരത്തിന് 10 വയസ്സ് മുതൽ തന്നെ ശീലിപ്പിച്ചാൽ മരണം വരെ ആ തഹജ്ജുദ് ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. മരണം വരെ അവരുടെ ഒരു സുബഹി നിസ്കാരം ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. എന്തേ നമ്മൾക്ക് അങ്ങനെ ശീലിപ്പിച്ചുകൂടെ? മരണം വരെ ഒരു സുബഹിയുടെ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. 10 വയസ്സ് മുതൽ ഇത് ശീലിപ്പിക്കണം. പക്ഷെ ഉമ്മമാര് ചെറിയ കുട്ടിയല്ലേ, ഉറങ്ങിക്കോട്ടെ, ഉമ്മമാർ കുട്ടി പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിടന്നുറങ്ങുന്ന മോളെയും മകനെയും ഒക്കെ ഒന്ന് വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ പോലും നമ്മുടെ ഉമ്മമാർക്ക് മനസ്സിരുന്നുണ്ടോ? ആദ്യ രാത്രിയല്ലേ, കുട്ടികൾ ഉറങ്ങിക്കോട്ടെ. എന്ത് ഉറക്ക്? എവിടൊക്കെ ഉറങ്ങുന്നത്? അവിടെ ദീനിന്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല നിങ്ങളെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും കാരുണ്യവാനാണ്, ജീവിതത്തിൽ ഒരാൾ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കർക്കശമായി തന്നെ പെരുമാറിയിട്ടുണ്ട്. അതെല്ലാവരോടും ദീനുമായി ബന്ധപ്പെട്ട വിഷയം. നബി തങ്ങൾ തമാശ പറയും, കളിക്കും, ചിരിക്കും. പക്ഷെ ബാങ്കിന്റെ വിളി കേട്ടാ പിന്നെ മിണ്ടാട്ടില്ല, പിന്നെ ഗൗരവക്കാരനായി നേരെ പള്ളിയിലേക്ക് പോകും. അലി തങ്ങളുടെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ, ആദ്യ രാത്രിക്ക് ചിലപ്പോ ഉറങ്ങാതെ സുബഹിയുടെ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറും ഒക്കെ ഉറങ്ങിയാൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എണീക്കാൻ പറ്റിയെന്ന് വരില്ല, ക്ഷീണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വാതിൽ മുട്ടുമായിരുന്നു. അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, ഓ നബി കുടുംബമേ നിസ്കാരമുണ്ട്, ഓ നബി കുടുംബമേ സുബഹി നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ് ആ മദൂദ് തീരുന്ന ആദ്യത്തെ 6 മാസം വാതിൽ മുട്ടി അലി തങ്ങളെ ഫാത്തിമ ബീവിയെ നിസ്കരിക്കാൻ വിളിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. 6 മാസം, അത് ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മദൂദ് തീരുന്നത് വരെ. ഇന്നതൊരു എക്സ്പീരിയൻസ് ആയില്ലേ? അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, 10 വയസ്സ് മുതൽ നമ്മുടെ മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ശീലിപ്പിക്കണം. എന്നാലോ മരണം വരെ അവരുടെ ഒരു സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെടൂല. ടിപ്പു സുൽത്താൻ നമ്മൾക്കറിയാം, എത്രയോ തിരക്കുകളുള്ള വലിയൊരു മഹാനായ വലിയാണ്, വലിയൊരു രാജാവായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരു സുബഹി നിസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ നമ്മൾക്കൊക്കെ എന്ത് തിരക്കാണുള്ളത്? എത്രയോ യുദ്ധങ്ങൾ നടത്തിയ ആളാണ് ടിപ്പു സുൽത്താൻ. നമ്മൾക്ക് എന്ത് തിരക്കാണ്? എന്ത് തിരക്കാ? പഠിക്കുകയാണെങ്കിൽ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഏറ്റവും ബറക്കത്തുള്ള സമയമുണ്ട്. ആ സമയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറും. മനഃപാഠമാക്കാനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു നൽകിയ സമയമാണത്. എത്ര പഠിച്ചാലും മടുപ്പ് വരാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ബറക്കത്തുള്ള സമയമാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ ഉണരുന്ന ശീലം നമ്മളിൽ ഉണ്ടാക്കി സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് ളുഹറും അസ്റും മഗ്രിബും ഇശാവും എല്ലാം വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി തരുമെന്ന്, അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു തരുമെന്ന്, അവരുടെ ഖബറിടങ്ങളിൽ ശിക്ഷകൾ ഉണ്ടാവൂല എന്ന്, അവരുടെ ഖബറിടങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ സന്തോഷിപ്പിക്കുന്ന ചങ്ങാതിമാരുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമതായി പറഞ്ഞത് സ്വതക്കയാണ്. സ്വതക്കയാണ് മൂന്നാമതായി പറഞ്ഞത്. സ്വതക്ക നൽകുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പിശുക്കില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങളാണ് നൽകാൻ പോകുന്നത്. ദുനിയാവിൽ അല്ലാഹു അവർക്ക് പകരം നൽകുമെന്ന് മാത്രമല്ല, കൊടുത്തതിനേക്കാളും കൂടുതൽ നൽകുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് കൊടുക്കുമ്പോൾ അല്ലാഹു 10 എണ്ണമാണ് തരുന്നത്. ഒരുപക്ഷെ അത് തന്നെ 100ഉം 1000ങ്ങളും ആവാം. إلا زاده وما فتح رجل باب عطية يريد بها صلة إلا زاده الله. ഒരാൾ നന്മയ്ക്ക് വേണ്ടി, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി, ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വതക്ക നൽകുകയാണെങ്കിൽ അയാളുടെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ നഖസ മാലും മിൻ സദഖ, സ്വതക്ക നൽകുന്നവന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു നാണയത്തു പോലും കുറയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന സദഖത തദ്ഫഉ അൻ മൈതത്തിസ്സൂ, സദഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഹബീബ് തന്നെയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ മാർഗങ്ങളിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകൾ അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന്, അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുമെന്ന്, അവരുടെ ഖബറിടങ്ങളിൽ നരകത്തിന്റെ അദാബ് ഉണ്ടാവൂല എന്ന്. ഭാര്യയെക്കാളും നല്ല ഭാര്യ, ഭർത്താവിനേക്കാളും നല്ല ഭർത്താവ്, മക്കളെക്കാളും നല്ല മക്കളെ, അയൽവാസിയെക്കാളും നല്ല അയൽവാസി, കുടുംബങ്ങളെക്കാളും നല്ല കുടുംബം, വീടിനേക്കാളും നല്ല വീട്, ഇതെല്ലാം അല്ലാഹു ഒരുക്കി തരുന്നത് ഇത്തരം ആളുകൾക്കാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചങ്ങാതിമാരെ കൂട്ടേണ്ടത് ഖബർ വരെ വന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാരെയല്ല, ഖബർ വരെ വന്ന് തിരിച്ചു പോകുന്ന സ്നേഹിതന്മാരെയല്ല, മരിച്ചാൽ നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ കൂടെ വരുന്ന ഇത്തരം ചങ്ങാതിമാരെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സൽപ്രവർത്തനങ്ങളെ, സാലിഹായ അമാലുകളെ, അല്ലാഹു പറഞ്ഞതുപോലെയുള്ള ജീവിക്കാൻ പറ്റുന്ന സൽപ്രവർത്തനങ്ങളെ നമ്മുടെ ചങ്ങാതിമാരാക്കി നമ്മൾക്ക് കൂടെ നിർത്താൻ സാധിച്ചാൽ മരണത്തെ പേടിക്കുന്നതിന് പകരം പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ ഖബറിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ മാസം മദീന പള്ളിയിൽ മനോഹരമായ വിളക്കുകൾ വെച്ചപ്പോഴാണ് അലി തങ്ങൾ ആ പള്ളിയിലേക്ക് കയറി വരുന്നത്.
നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ. ഉമറേ അല്ലാഹുവിന്റെ പള്ളിയെ നീ അലങ്കരിച്ചതുപോലെ, അല്ലാഹുവിന്റെ പള്ളിയെ നീ പ്രകാശിപ്പിച്ചതുപോലെ അല്ലാഹു നാളെ നിന്റെ ഖബറിടങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോ, പള്ളിയുടെ കരണ്ടിന്റെ ചെലവേറ്റെടുക്കുന്ന ആളുകൾ, ദീനിയായ കാര്യങ്ങൾക്ക് വെളിച്ചം നൽകുന്ന അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ആളുകൾ, ഏതെങ്കിലും വീടുകളിൽ വെളിച്ചമില്ലെങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ ഏറ്റെടുക്കാമെന്ന് മദ്രസകളിലേക്ക്, പള്ളികളിലേക്ക്, ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം നൽകാൻ വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഖബറിടങ്ങൾ നാളെ പ്രകാശിപ്പിക്കപ്പെടുമെന്നാണ് ഈ അലി തങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ വെളിച്ചമാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ വിശാലമാക്കട്ടെ. അല്ലാഹു ഖബറിടങ്ങൾ ഖിയാമത്ത് നാൾ വരെ അദാബില്ലാതെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ കാര്യം, മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഷഖീഖുൽ ബൽഖിയിൽ നിന്ന് പഠിച്ച 8 കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. സമയം 10:20 ഇനി ആകെ ഒരു 11 മണി വരെ, അപ്പൊ കുറച്ച് സമയമുള്ളൂ. ഇനി കുറച്ചും ഇരിക്കില്ല. മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞത്, ഞാൻ 8 കാര്യങ്ങളാണ് നിങ്ങളുടെ 30 വർഷത്തെ കാലയളവിൽ പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഒന്നാമത്തേത് പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ചങ്ങാതിമാരും സ്നേഹിതന്മാരും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്നേഹിതന്മാരെയെല്ലാം ഞാൻ വേർതിരിച്ച് പരീക്ഷിക്കുകയുണ്ടായി, നിരീക്ഷിക്കുകയുണ്ടായി. ആ ചങ്ങാതിമാരെല്ലാം കബറിടം വരെ പോകുന്നവരാണ്, കബറിടത്തിലേക്ക് എത്തി നേരെ തിരിച്ചു വരുന്നവരാണ്. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ കബറിടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിമാരാണ്. ആ ചങ്ങാതിമാര് സ്വാലിഹായ അമലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത് സ്വാലിഹായ അമലുകളെയാണ്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്ന് മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. രണ്ടാമതായി പറഞ്ഞത്, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും. ഞാൻ ജനങ്ങളെ ശ്രദ്ധിച്ചപ്പോ, ഞാൻ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചപ്പോ അവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവരിൽ ഭൂരിഭാഗം ആളുകളും യഖ്തദൂന അഹ്വാഅഹും, സ്വന്തം ഇച്ഛകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ആളുകളാണ്. മനസ്സെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നവരാണ്. സ്വന്തം ശരീരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാത്ത ആളുകളാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ലേ സഹാബാക്കളോട് ചോദിച്ചത്, ഇതൊന്നും യുദ്ധമല്ല, ഇതിനേക്കാളും വലിയൊരു യുദ്ധം വരാനുണ്ട്, ഇതിനേക്കാളും വലിയ ഭയാനകമായ യുദ്ധം വരാനുണ്ട്. സഹാബാക്കൾ പേടിച്ചുപോയി, യാ റസൂലല്ലാഹ്, ഇത്രയും ശക്തമായ ചൂടുകൊണ്ട്, അസഹനീയമായ തീക്ഷ്ണമായ ചൂട് സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ഇതിനേക്കാളും വലിയൊരു യുദ്ധം ഇനി വരാനുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇതിനേക്കാളും വലിയ യുദ്ധം ജിഹാദുൻ നഫ്സി, സ്വന്തം ശരീരത്തിനെതിരെ പോരാടുക എന്നുള്ളത്. നിങ്ങൾ ധർമ്മസമരത്തിൽ രണാങ്കണത്തിൽ പോയി ശത്രു സൈന്യവുമായി പടവെട്ടുന്നതിനേക്കാളും പ്രയാസമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ മനസ്സ് പല കാര്യങ്ങൾ പറയും. ഹറാമ് കാണാൻ പറയും, ഹറാമ് കേൾക്കാൻ പറയും, ഹറാമ് ചെയ്യാൻ പറയും. ഇതൊക്കെ ഉണ്ടാകുമ്പോ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഈമാനാണ്. അതിനെ കുറിച്ച് ഈമാനിക ശക്തി വേണം. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ചെറിയ യുദ്ധമാണ്, വലിയ യുദ്ധം നമ്മുടെ ശരീരവുമായി നടത്തുന്ന യുദ്ധമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജനങ്ങളെ നിരീക്ഷിച്ചപ്പോ, ജനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഭൂരിഭാഗം ആളുകളും അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ശരീരം എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ മനോഹരമായ ഒരു ആയത്ത് ഞാൻ ഓർക്കാനിടയായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആ
ആരാണോ അള്ളാഹുവിനെ പേടിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നത്, മനസ്സ് പറയുന്നതിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ അള്ളാഹുവിനനുസരിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർ ആരാണ്? അള്ളാഹുവിനെ പേടിച്ച് ശരീരത്തിന് നേർ വിപരീതമായി പ്രവർത്തിക്കുന്നവൻ ആരാണ്? തീർച്ചയായിട്ടും അവന് മാത്രമാണ് അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകം ഒരുക്കി വെച്ചിട്ടുള്ളൂ എന്ന പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എല്ലാവരും മനസ്സ് പറയുന്നത് കേൾക്കുന്നവരാണ്. സിനിമ കാണണമെന്ന് തോന്നുമ്പോ അതങ്ങോട്ട് പോയിട്ട് കാണാൻ, ഗാനമേള, ഫ്ലഡ് ലൈറ്റ്, എന്തൊക്കെയാണോ മനസ്സ് പറയുന്നത് അതുപോലെ കേൾക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. പക്ഷെ റബ്ബ് പറഞ്ഞത് അങ്ങനെയല്ല, ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. ഖുർആൻ പറഞ്ഞത് ശരീരത്തിനെതിരെ പ്രവർത്തിച്ച് അള്ളാഹുവിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന്. ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എന്റെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കീഴ്പ്പെടുത്താറില്ല. എന്റെ ശരീരത്തെ നന്മ ചെയ്യാനല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. തെറ്റിലേക്ക് ശ്രമിച്ചാൽ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ട് എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു 30 വർഷക്കാലം തന്റെ ഉസ്താദിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട്, ഉസ്താദിന്റെ വീട്ടിൽ പഠിക്കാൻ ചെന്നിട്ട് ഉസ്താദിന്റെ പെൺമക്കളെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. വീട്ടിലേക്ക് പഠിക്കാൻ പോയി, ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപക്ഷെ കൈ കഴുകുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഉസ്താദിന്റെ മക്കളായ പെൺമക്കളായിരിക്കാം. ഇദ്ദേഹം ആ പെൺമക്കളെ പോലും പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു ദിവസം മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഷക്കീഖുൽ ബൽഖിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹാത്തിമുൽ അസ്സം തങ്ങൾ അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഉസ്താദിന്റെ ഷക്കീഖുൽ ബൽഖിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ക്ലാസ് കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് കൈകളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തത് ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ പെൺമക്കളാണ്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ശിഷ്യന്മാര് പറയാൻ തുടങ്ങി, ഉസ്താദേ, നിങ്ങൾ ചെയ്തത് ശരിയായില്ലല്ലോ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്? അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങളോട് ശിഷ്യന്മാര് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു തന്നത് ആ വീട്ടിലെ പെൺകുട്ടികളല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടായില്ല. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ ചോദിച്ചത്, പെൺകുട്ടികളായിരുന്നോ? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് പെണ്ണാണോ അത് ആണാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തേ അറിയാത്തത്? ആ വീട്ടിൽ അന്ധനെ പോലെയാണ് ഹാത്തിമുൽ അസ്സം തങ്ങൾ അഭിനയിച്ചത്. കണ്ണ് കാണാത്ത പൊട്ടനെ പോലെയാണ്, കണ്ണ് പൊട്ടനെ പോലെയാണ് അനുഭവിച്ചത്. എന്നിട്ട് ഷക്കീഖുൽ ബൽഖിയുടെ പെൺമക്കൾ വിചാരിച്ചത് ഹാത്തിമുൽ അസ്സം അന്ധനാണ് എന്നാണ്. ഒരു ദിവസം ഹാത്തിമുൽ അസ്സം ഉസ്താദായ ഷക്കീഖുൽ ബൽഖിയുടെ വീട് മുട്ടിയപ്പോ ഉസ്താദ് ചോദിച്ചു, മക്കളോട് ആരാണ് വന്നത് എന്ന്. അപ്പോൾ മക്കൾ തന്റെ പിതാവായ ഷക്കീഖുൽ ബൽഖിയോട് പറഞ്ഞത്, സാഹിബുക്കൽ അഅമാ, ഉപ്പാ, നിങ്ങളുടെ അന്ധനായ ശിഷ്യനുണ്ടല്ലോ, കണ്ണ് പൊട്ടനായ ശിഷ്യനുണ്ടല്ലോ, അയാളാണ് വാതിൽ മുട്ടുന്നത് എന്നാണ് ആ പെൺമക്കൾ ഉപ്പയോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ പെൺമക്കൾ വിചാരിച്ചത് ഇയാൾ അന്ധനാണ്, കണ്ണിന് കാഴ്ചയില്ല. 30 വർഷക്കാലം കണ്ണ് പൊട്ടനെ പോലെ കണ്ണ് താഴ്ത്തി തല താഴ്ത്തി ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. വീടിന്റെ ഉസ്താദും ആ പാഠഭാഗങ്ങളല്ലാതെ മറ്റൊരു ഭാഗം അദ്ദേഹം നോക്കിയിട്ടില്ല. കൈക്കൊഴിച്ച് എന്ന വെള്ളം ആരൊഴിച്ചു തരുന്നു എന്ന് വരെ അദ്ദേഹം നോക്കിയിട്ടില്ല, അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല. മക്കളൊക്കെ വിചാരിച്ചു ഇദ്ദേഹം അന്ധനാണ് എന്നാണ്. അതാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറഞ്ഞത്, എല്ലാവരും അവരവരുടെ ശരീരം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. അല്ലാഹുവിനെ പേടിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى.
അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് മനോഹരമായ സ്വർഗമാണ്. ഈ ആയത്ത് കണ്ടതിന് ശേഷം, ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? അൽ കൈസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ്? ബുദ്ധിമാൻ ആരാ? ബുദ്ധിമാൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ആളാണോ? ആണോ? സിവിൽ സർവീസിലും മറ്റുള്ള എക്സാമുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവരാണോ? ആണോ? SSLC-യിൽ 100-100, +2-ൽ 100-100, ഡിഗ്രിക്ക് എത്തിയപ്പോ അവിടെയും ഫുൾ മാർക്ക്. ഇതാണ് ബുദ്ധി? ഇല്ല. അൽ കൈസു, ബുദ്ധി എന്ന് പറയുന്നത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വയം ശരീരത്തെ നിയന്ത്രിച്ച് ഖബറിടത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവരൊക്കെ വിഡ്ഢികളാണ്. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ മാത്രം, ആഖിറത്തെ കുറിച്ച് അയാൾക്ക് ചിന്തയില്ല. ومن الناس من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ എനിക്ക് ദുനിയാവ് താ എന്നാണ്. രോഗത്തിന്റെ ശമനം വേണം, അല്ലാഹുവേ കടങ്ങൾ കൊടുത്തു വീട്ടാൻ തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുവേ എനിക്ക് മനോഹരമായ വീടെടുക്കാൻ തൗഫീഖ് താ റബ്ബേ. എനിക്ക് നല്ലൊരു വണ്ടി വാങ്ങാനുള്ള കഴിവ് താ അല്ലാഹ്. എന്റെ പരീക്ഷകളിലൊക്കെ നീ വിജയം താ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണോ? ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നവരാണോ? കുഴപ്പമില്ല, ദുനിയാവ് കിട്ടും. وما له في الآخرة من خلاق. അവർക്ക് ആഖിറത്തിൽ ഒരു റോളുമില്ല. അവർക്ക് ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഒരു ഓഹരി പോലും ലഭിക്കൂല എന്ന് മാത്രമല്ല, ആഖിറത്തിലെ പരാജിതരാണവരെ. ഈ ചെറിയ കാലയളവിൽ ഒരു 60 വർഷത്തിന്റെയോ 50 വർഷത്തിന്റെയോ 30-40 വർഷത്തിന്റെയോ കാലയളവിൽ ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആഖിറത്തെ കുറിച്ച് ചോദിക്കാൻ മറന്നുപോയ ആളുകൾ ഒരുപക്ഷേ ദുനിയാവിൽ ഒരു വിജയികളാകാം. അവരുടെ ആഖിറത്തിന്റെ കാര്യം കഷ്ടമാണ്, പ്രയാസമാണ്. എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ وَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ. ബുദ്ധിമാന്മാർ ഒരിക്കലും ദുനിയാവ് മാത്രം ചോദിക്കുന്നവരല്ല. അല്ലാഹുവേ എന്റെ ദുനിയാവ് നീ വിജയത്തിലാക്കണേ അല്ലാഹ്, എന്റെ ആഖിറവും നീ വിജയത്തിലാക്കണേ അല്ലാഹ്, എന്നെ ഖബറിന്റെ അദാബിൽ നിന്ന്, നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ. അവർക്ക് ദുനിയാവിലും വിജയമുണ്ട്, ആഖിറത്തിലും വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്കാണ് അല്ലാഹു നാളെ സ്വർഗീയ ലോകം ഒരുക്കി വെച്ചിട്ടുള്ളത്. ശരീരം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വിഡ്ഢികളാണ് എന്ന് മാത്രമല്ല, അവരുടെ ആഖിറത്തിലെ കാര്യം കഷ്ടമാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്. ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ യസാ ഫീ ജംഇ ഹുതാമിദ് ദുനിയാ, ദുനിയാവ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നത് കാണാനിടയായി. 8 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മൂന്നാമത്തേത്. ഇനി 5 ഉള്ളൂ. മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറയാണ്, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്. ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്ക് കാണാനിടയായി.
എന്താണ് അവർ ചെയ്യുന്നത്? ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നത് എനിക്ക് കാണാനിടയായി. പിന്നെ ആ സമ്പാദ്യങ്ങളൊക്കെ പിടിച്ചു വെക്കുകയാണ്, ചെലവഴിക്കുന്നില്ല, പിശുക്ക് കാട്ടുകയാണ്. ഒരുപാട് സമ്പാദിച്ചിട്ട് അക്കൗണ്ടില് കുറെ സ്ഥലം വാങ്ങിച്ചു, കുറെ ബിൽഡിംഗ് എടുത്തു, വലിയ വീട് കെട്ടി, വലിയ വണ്ടിയൊക്കെ എടുത്തു എന്നല്ലാതെ 5 പൈസ കൊടുക്കുന്നില്ല. സ്വന്തം ആവശ്യത്തിന് മാക്സിമം ചെലവഴിക്കുന്നു. ദീനിയായ കാര്യങ്ങളിലേക്ക് 5 പൈസ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ എനിക്ക് കാണാനിടയായി. അങ്ങനില്ലേ? ഇല്ലേ? പൈസ ഉണ്ടാക്കി, കാശ് ഉണ്ടാക്കി, അധ്വാനിച്ച് കോടീശ്വരന്മാരായി 5 പൈസ പുറത്തു കൊടുക്കാതെ മക്കളും ഞാനും എന്റെ വീട്ടുകാരും എന്നുള്ള ചിന്തയോടെ വലിയ വീട്, വലിയ വാഹനങ്ങൾ, സ്വന്തത്തിന് എത്രയും ചെലവഴിക്കുന്നു, ദീനിന് വേണ്ടി കൊടുക്കാത്ത ആളുകൾ, ഇത്തരം ആളുകൾ എനിക്ക് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഓർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما عندكم ينفد وما عند الله باق. ما عندكم ينفد وما عند الله باق. മനുഷ്യന്മാരെ, ജനങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് തീരൂല. നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോകും, അള്ളാഹുവിന്റെ കയ്യിലുള്ളത് അത് ബാക്കിയാണ്. മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പിശുക്കി വെച്ചത് തീർന്നു പോകും, നമ്മുടെ മരണത്തോടുകൂടി അസ്തമിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത് അത് തീരാതെ ബാക്കിയാണ്. അതാണ് നമ്മുടെ ഖബറിൽ വെച്ച് കണ്ടുമുട്ടാൻ പോകുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തല്ലേ? ഇത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയല്ലയോ മുഅ്മിനീങ്ങളെ? വമാ ഇൻദല്ലാഹി ബാഖ്. നമ്മുടെ കയ്യിൽ നമ്മൾ പിശുക്കി വെച്ചത്, നമ്മൾ തിന്നത്, കുടിച്ചത്, വസ്ത്രം ധരിച്ചത്, വീട് കെട്ടിയത്, വണ്ടി വാങ്ങിച്ചത് എല്ലാം നമ്മുടെ മരണം വരുമ്പോഴേക്കും തീർന്നു പോവുകയാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. എന്നാൽ 1 രൂപയെങ്കിലും നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. അത് മാത്രമേ കിട്ടുള്ളൂ. തിന്നത് കിട്ടോ? ഇല്ല. തിന്നത് ടോയ്ലറ്റിലെത്തി. ഡ്രസ്സോ അത് നുരുമ്പിച്ചു പോയി. വീടോ 20 കൊല്ലം വഴിയും അതും പോയി. വണ്ടി അതിന് 2-3 വർഷം ഉപയോഗിച്ചപ്പോഴേക്ക് പുതിയ വണ്ടി വന്നത്, വിറ്റ് പുതിയത് വാങ്ങിച്ചു. ഇങ്ങനെ വണ്ടിയും പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് എന്റെ സമ്പത്ത് തീർന്നു പോകാൻ പാടില്ല. എന്റെ സമ്പത്ത് ബാക്കി വേണം. നമ്മുടെ സമ്പത്തൊക്കെ ബാക്കി വേണ്ടേ? തീർന്നു പോവലാണോ ഇഷ്ടമല്ല ബാക്കിയാവലാണോ ഇഷ്ടം? എന്താ ഇഷ്ടം? നമ്മുടെ സമ്പത്ത് ബാക്കിയാവലാണോ ഇഷ്ടമല്ല തീർന്നു പോവലാണോ? ബാക്കിയാവണം. എല്ലാരെയും കാശും സമ്പത്തും ബാക്കി വേണം. എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ ബാക്കിയാകുന്നത്? ഞാൻ തീരുമാനമെടുത്തു, എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ബാക്കി വേണം. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ എന്റെ നിർബന്ധമായ ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവനും ലിവജിഹില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ ചെലവഴിച്ചു. ഞാൻ മുസ്ലിംമാരായ പാവങ്ങളായ ആളുകൾക്ക് ഞാൻ ചെലവഴിച്ചു. ദരിദ്രന്മാരായ ആളുകൾ, വീടില്ലാത്തവർക്ക് വീട് കെട്ടാൻ, കിണറില്ലാത്തവർക്ക് കിണർ കുഴിക്കാൻ, പുസ്തകം വാങ്ങാൻ കഴിയാത്തവർക്ക് അത് വാങ്ങാൻ, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, ഇസ്ലാമിക് സെന്ററിലേക്കൊക്കെ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഞാൻ സംഭാവന ചെയ്തു. നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് മതി, നിങ്ങൾ തിന്നാതെ കുടിക്കാതെ കൊടുക്കണമെന്നല്ല. നിങ്ങൾക്ക് വസ്ത്രം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക. എന്തിന്? അത് ബാക്കിയാവാൻ വേണ്ടിട്ട്, തീരാൻ വേണ്ടിട്ടല്ല. അതാണ് ബാക്കിയുള്ളത്. ഞാൻ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിക്കാൻ തുടങ്ങി. കാരണം എന്റെ സമ്പാദ്യങ്ങൾ എനിക്ക് നാളെ അനുഭവിക്കണ്ടേ? ഞാനിവിടെ കഷ്ടപ്പെട്ടത്, ഞാനിവിടെ പ്രയാസപ്പെട്ടത് ഇവിടെ തീർന്നു പോയാൽ അതുകൊണ്ട് എനിക്ക് എന്തുപയോഗമാണുള്ളത്? ഞാൻ ചോര നീരാക്കി, വിയർപ്പ് നീരാക്കി, വർഷങ്ങളോളം പ്രവാസ ലോകത്ത് ഭാര്യയെ കാണാതെ, മക്കളെ കാണാതെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ദുനിയാവിൽ വെച്ച് തന്നെ തീർന്നു പോയാൽ എന്റെ ജീവിതം നഷ്ടമല്ലയോ? അതുകൊണ്ടതെല്ലാം എനിക്ക് നാളെ ആഖിറത്തിൽ കാണാൻ വേണ്ടി ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിച്ചു. എനിക്കത് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്.
ഇതൊക്കെ വിജയമന്ത്രങ്ങളാണ്, ഇതൊക്കെ വിജയിക്കാനുള്ള വഴികളാണ്. നാലാമതായി മഹാനായ ഹാത്തിമുൽ അസ്മദങ്ങൾ പറയുന്നത് അന്നീ റഅയ്തു ബഅദൽ ഖൽഖി, ചില ആളുകളെ ഞാൻ കാണാനിടയായി, ചില ആളുകളെ ഞാൻ കാണാനിടയായി. ഓർക്കം വരുന്നുണ്ടോ? ഒന്ന് എണീറ്റിട്ടിരിക്കുക എല്ലാരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ സ്വലാത്തിനും ഒരു മലക്കിനെ നിയോഗിച്ച് ഈ വഅല് കഴിഞ്ഞു പോകുമ്പോഴേക്കും ആയിരക്കണക്കിന് മലക്കുകളെ സമ്പാദിക്കാൻ നമ്മൾക്ക് കഴിയണം. ഒരു സ്വലാത്തിന് ഒരു മലക്ക്, ഒരു സ്വലാത്തിന് ഒരു മലക്ക്. അങ്ങനെ നമ്മളൊരു 100 സ്വലാത്ത് വഅലിന്റെ ഇടയിൽ പരിശുദ്ധ റസൂലുള്ളാഹി ഇത് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി? ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ, ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇങ്ങനെ 100 സ്വലാത്ത്, 200, ആയിരക്കണക്കിന് സ്വലാത്ത് ഒരു വഅലിന്റെ സദസ്സിൽ വെച്ച് പറയുമ്പോ ആയിരക്കണക്കിന് മലക്കുകളെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്, ആയിരക്കണക്കിന് മലക്കുകളെയാണ് നമ്മൾ നിയോഗിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ നമ്മൾ മരിച്ച് ഖബറിൽ കിടന്നാലും ആ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നാലാമത്തെ കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചത്, ജനങ്ങളിൽപ്പെട്ട ചില ആളുകളെ ഞാൻ കാണാനിടയായി. അവരഭിമാനമായി കണ്ടത് ഒരുപാട് ചങ്ങാതിമാരുണ്ടാവലാണ്, കുടുംബത്തിന്റെയും തറവാടിന്റെയും മഹിമയാണ്. ചില ആളുകൾക്ക് അഭിമാനമായി തോന്നിയത് ഒരുപാട് ചങ്ങാതിമാര് കൂടെയുണ്ടാവല്, തറവാടിന്റെ മഹത്വമൊക്കെയാണ് ചില ആളുകൾക്ക് വലിയ കാര്യമായി തോന്നിയത്. വസഅമ ആഖറൂൻ, എന്നാൽ മറ്റു ചില ആളുകൾ അഭിമാനമായി കണ്ടത് ഒരുപാട് സമ്പാദിക്കൽ, ഒരുപാട് മുതലുണ്ടാക്കൽ, ഒരുപാട് മക്കളുണ്ടാക്കൽ, ഇതൊക്കെയാണ്. വേറെയും ചില ആളുകൾ അവര് മനസ്സിലാക്കിയത് അഭിമാനം എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ നൽകലാണ്. ചില ആളുകളെ അടിക്കല്, ഇടിക്കല്, കൊലപാതകം നടത്തല്, നാട്ടിലെ ഗുണ്ടയായി നടക്കല്, നാട്ടിലെ റൗഡിയായി ചമ്മാടിയായി നടക്കലൊക്കെ അഭിമാനമായി ചില ആളുകൾ കാണാറുണ്ട്. സ്കൂളിലൊക്കെ കാണാ, പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ക്യാമ്പസിലെ ഹീറോകൾ. അങ്ങനെയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വിലയില്ല. ക്യാമ്പസിലും കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പുല്ല് വിലയാണ്. അധ്യാപകരുടെ അടുത്തും വിലയില്ല, കുട്ടികളുടെ അടുത്തും വിലയില്ല. അവരൊരു മൂല ഇരുന്നിട്ട് പഠിച്ചു പോകും. എന്നാലോ ആ സ്കൂളിൽ ക്യാമ്പസിൽ ഗുണ്ടകളായി, റൗഡികളായി, വലിയ ചമ്മാടിത്തരം കാട്ടുന്ന, ആഭാസം കാട്ടുന്ന ക്രിമിനലുകൾ അവർക്ക് താരപരിവേഷമാണ്. അവർക്കൊരുപാട് ഫാൻസ്, അവർക്കൊരുപാട് ഫോളോവേഴ്സ്. ഇതൊക്കെയാണ് കോളേജിന്റെ അവസ്ഥ. ഇതൊക്കെ ഒരു അഭിമാനമായി കാണുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാകുമ്പോ ഞാൻ മനസ്സിലാക്കി, അഭിമാനം എന്ന് പറയുന്നത് എവിടെയാണ്? സമ്പത്തിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, മക്കൾ ഒരുപാടുണ്ടാകുന്നതിലല്ല, കുടുംബത്തിലോ തറവാട്ടിലോ അല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ആർക്കാണോ തഖ്വയുള്ളത് അവനാണ് അഭിമാനി. തഖ്വയുള്ളവർക്ക് മാത്രമേ ഇവിടെ അഭിമാനിക്കാനുള്ള വഴികളുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, കുടുംബം വലിയ തറവാട്ടുകാരനായതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. വലിയ മുതലാളിയായതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. സ്ഥാനമാനങ്ങൾ പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല എന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ തഖ്വ വേണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മക്കളുടെ പേരിലോ സമ്പത്തിന്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഞാൻ അഭിമാനിച്ചില്ല. തഖ്വയെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ഖുർആൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ തഖ്വയ്ക്കാണ് ഞാൻ സ്ഥാനം നൽകിയത്. അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണമെന്ന് മനസ്സിലായി. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഉറക്കൊന്നും വരുന്നില്ലല്ലോ. ഉറക്കം വരുന്നുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ?
അപ്പൊ അഞ്ചാമത്തെ കാര്യം വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ഇന്നി റഅയ്തുൻ നാസ, ഞാൻ ജനങ്ങളെ കാണാനിടയായി, യദുമ്മു ബഅലുഹും ബഅലാ, ചില ആളുകൾ മറ്റു ചിലരെ ആക്ഷേപിക്കുന്നത് ഞാൻ കാണാനിടയായി. അല്ലേ, നമ്മളെല്ലാരും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതല്ലേ. ഉസ്താദുമാർക്ക് പകരം ഉസ്താദുമാരായിരിക്കും, പിന്നെ മീൻ മാർക്കറ്റിലുള്ള മീൻ കച്ചവടക്കാർക്ക് പകരം മീൻ കച്ചവടക്കാരായിരിക്കും, സ്വർണ്ണ കച്ചവടക്കാർക്ക് സ്വർണ്ണ കച്ചവടമായിരിക്കും. എല്ലാവരും പരസ്പരം പാര. ഇന്നി റഅയ്തുൻ നാസ യദുമ്മു ബഅലഹും ബഅലാ, ചില ആളുകൾ ചില ആളുകളെ പാരവെക്കുന്നതും ആക്ഷേപിക്കുന്നതും കാണാനിടയായി. വയഗ്താബു ബഅലുഹും ബഅലാ, ചില ആളുകൾ മറ്റു ചിലരെ ഗീബത്ത് പറയുന്നതും ഞാൻ കാണാനിടയായി. فوجدت وصل ذلك من الحسد في المال والجاه والعلم, ഇൽമിലുള്ള അസൂയ, പൈസയിലുള്ള അസൂയ, സ്ഥാനമാനങ്ങളിലുള്ള അസൂയ, ഇത് കാരണത്താലാണ് ആളുകൾ ഗീബത്ത് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്നൊരാൾ, ഇയാളെ ഞാൻ വെറുതെ കുറ്റം പറയില്ല. എന്നോട് തത്തുല്യമായ ഒരാളെ ഞാൻ കുറ്റം പറയുന്നത് എനിക്ക് അയാളുടെ അസൂയാണ്. ഞാൻ വെറുതെ ഒരാളെ ഞാൻ കുറ്റം പറയില്ല. ഞാനൊരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അയാളോടുള്ള അസൂയാണ്. ഒന്നുകിൽ അയാളുടെ പൈസയോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ ഇൽമിനോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ സ്ഥാനമാനങ്ങളോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ കഴിവിനോടുള്ള അസൂയ. അല്ലേ, സത്യത്തിൽ അങ്ങനെ തന്നെ. നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നത് അസൂയുള്ളതുകൊണ്ടല്ലേ. എനിക്കത് മനസ്സിലായി. ആളുകൾ ഈ ഗീബത്ത് പറയുന്നത്, കുറ്റം പറയുന്നത്, നമീമത്ത് പറയുന്നതൊക്കെ അസൂയ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഞാൻ ഓർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ ഓരോ ആളുകൾക്കുള്ള മഈശത്ത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. എനിക്കുള്ളത് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അല്ലേ, ഒരാൾ ഇവിടെ ജ്വല്ലറി തുടങ്ങി, അപ്പോഴേക്ക് അപ്പുറത്തെ സൈഡ് വേറെ ആൾ ജ്വല്ലറി തുടങ്ങി. അയാൾ യാ അല്ലാഹ് എന്റെ കച്ചവടം പോയല്ലോ പഠിച്ചോനെ. പിന്നെ അയാളോട് ചൊടിയോ പാരയോ വെക്കേണ്ട ആവശ്യമുണ്ടാ? ഇയാളെ കച്ചവടം തരുന്ന പഠിച്ചോനല്ലേ. നിനക്കുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, ഇവനുള്ള മഈശത്ത് ഇവനും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ അസൂയ വെക്കണം, പാര വെക്കണം, പകയോടെ വിദ്വേഷത്തോടെ നടക്കാൻ ആവശ്യമില്ല. ഖുർആനിന്റെ മനോഹരമായ ആയത്താണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കുമുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെയുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇന്നാലെന്ന വീട്ടിൽ മുഹമ്മദ് മസ്കറ്റിലുള്ള സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് റബ്ബിന്റെ ഖളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അയാൾ ഇന്ന് ഞാൻ വരാൻ വിടൂല, ഭക്ഷണം കഴിക്കാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെല്ലാരും കൂടി തീരുമാനിച്ചാലും എന്നെ ഒരു പോറലേൽപ്പിക്കാൻ കഴിയോ? ഇല്ല. ഇത് എന്റെ വെല്ലുവിളിയല്ല, ഇത് അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. നിങ്ങൾ വിചാരിക്കണ്ട അയാൾ കാസർഗോഡ് നിന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയണ്ടേ. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി തടുക്കാനും നിൽക്കണ്ട. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയിലേ നോക്കാരെന്നേ. അപ്പൊ അള്ളാഹു തീരുമാനിച്ചതാണ് ഇന്നാലെന്ന ദിവസം ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്റെ മഈശത്ത് അള്ളാഹു കണക്കാക്കി, നിങ്ങളുടെ മഈശത്തൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മഈശത്ത് കണക്കാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രാത്രിയും രാവിലെയും തലകുത്തി മറിഞ്ഞാലും അള്ളാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു ദിർഹം കൂടുതൽ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിയോ? കഴിയില്ല. ഇനി നിങ്ങൾ കിടന്നുറങ്ങി, ഒരു പണിയെടുത്തില്ല എങ്കിൽ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് വല്ലത് കുറയോ? ഇല്ല. അപ്പൊ എന്ന് വെച്ചാൽ നാളെ മുതൽ കിടന്നുറങ്ങാന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യും. മറ്റുള്ളവന്റെ ഹക്കിൽ ഇടപെടേണ്ടാന്ന്. അധ്വാനിക്കണം, ജോലി ചെയ്യണം, അതൊന്നും വേണ്ട എന്നല്ല. മറ്റുള്ളവരുടേത് അപഹരിക്കാൻ നിൽക്കണ്ട, അവനോട് അസൂയ വെക്കണ്ട, പാര വെക്കണ്ട, അവനെ തകർക്കാനും ശ്രമിക്കണ്ട. എനിക്കുള്ളത് റബ്ബ് തരും. അത് നിങ്ങളുടെ കച്ചവടത്തിന് മുമ്പ് ഒന്നല്ല 4-5 കച്ചവടക്കാര് പുതിയത് തുടങ്ങിയാലും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹു തആല ഓരോ ആളുകൾക്കുള്ള മഈശത്ത് വ്യക്തമായി കണക്കാക്കിയിട്ടുണ്ട്. എനിക്ക് അസൂയ വെക്കേണ്ട ആവശ്യമില്ല. സ്ഥാനം അയാൾക്കുള്ളത് അല്ലാഹു നൽകും, എന്റെ സ്ഥാനം അല്ലാഹു എനിക്ക് തരും. ആരസൂയ വെച്ചാലും. പിന്നെ എന്തിനാണ് ഈ അസൂയ? എന്തിനാണ് ഈ പാര? എന്തിനാണ് ഈ പക? എന്തിനാണ് ഈ ഗീബത്തുകൾ, നമീമത്തുകൾ?
അതുകൊണ്ട് എന്റെ അസൂയ ഞാൻ മാറ്റിവെച്ചു. ഒരാളെയും കുറ്റം പറയാനോ ഗീബത്ത് പറയാനോ ഞാൻ ചെന്നില്ല. അല്ലാഹുവിന്റെ കണക്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഓ മനുഷ്യന്മാരെ, ഖലഖതുക ലിൽ ഇബാദ, എന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. വഖസംതു ലക റിസ്ഖക, നിന്റെ റിസ്ക് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളുടെയും റിസ്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദീന് മറന്നിട്ട്, നിസ്കാരം മറന്നിട്ട്, ദീൻ ഒഴിവാക്കിയിട്ട് അധ്വാനിക്കണ്ട. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മതി, നിങ്ങൾക്ക് കണക്കാക്കി എന്തായാലും കിട്ടും. നിസ്കാരം ഒഴിവാക്കിയിട്ട് കൂടുതൽ കിട്ടൂല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിസ്കാരം ഒഴിവാക്കി, ഖുർആൻ ഒഴിവാക്കി, ഖുർആൻ ഓതാതൊക്കെ ഓടിപ്പോവണ്ട. ഒരു ദിവസം ഒരു ഖുർആനൊക്കെ ഓതിയിട്ട് പോ. ഖുർആൻ പോലും ഓതാതെ നീ കച്ചവടം ഉണ്ടാക്കണ്ട. അത് എന്ന് വിചാരിച്ച് കൂടുതലൊന്നും കിട്ടൂല. നിന്റെ ദീൻ അത് കഴിഞ്ഞിട്ട് നീ അധ്വാനിക്കും. നിസ്കാരം വളരെ കൃത്യമായി ഖുർആനൊക്കെ പാരായണം ചെയ്ത് ഹഖായ വഴിയിലൂടെ നീ അധ്വാനിച്ചോ, നിനക്ക് കണക്കാക്കിയത് റിസ്ക് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇന്നി റഅയ്തുന്നാസ, ഞാൻ ജനങ്ങളെ കാണാൻ തുടങ്ങി. ചില ആളുകൾ മറ്റു ചിലരോട് ശത്രുത വെക്കുന്നത്, ചൊടിച്ചു നിൽക്കുക, പിണങ്ങി നിൽക്കുക, ശത്രുക്കളായി മാറാം. എങ്ങനെങ്കിലും അവരെ തകർക്കണം. ഇന്നി റഅയ്തുന്നാസ യുആദി ബഅലുഹും ബഅലാ, ചില ആളുകൾ മറ്റു ചില ആളുകളോട് ശത്രുത വെക്കുന്നത് ഞാൻ കാണാനിടയായി. ഫതഅമ്മൽതു ഖൗലഹു തആല, അപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്വാനാണ്, പിശാചാണ് നമ്മുടെ ശത്രു. വേറെ ഒരു ശത്രു നമ്മൾക്ക് പാടില്ല. നമ്മൾ ശത്രുക്കളായി കാണേണ്ടത് ഒരേ ഒരാളെയാണ്. അതാരാ? പിശാച്. വേറൊരാളെയും ശത്രുവായി കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾക്ക് പ്രതികൂലമായിട്ടാ ബാധിക്കുക. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇന്നു മുതൽ എനിക്ക് പിശാചല്ലാതെ മറ്റൊരു ശത്രുവില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഇതൊക്കെ കേട്ടിട്ട് പോവാനല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഇനി രണ്ട് കാര്യം കൂടി. ഏഴാമതായി ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചത്, ഇന്നി റഅയ്തു കുല്ല അഹദിൻ, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു വിശ്രമമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നത്. ലിതലബിൽ ഖൂതി വൽ മആശി, ജീവിക്കാൻ, വീട് കെട്ടാൻ, വണ്ടി വാങ്ങിക്കാൻ, മക്കൾക്ക് ഭക്ഷണം നൽകാൻ, വസ്ത്രം നൽകാനൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നത് ഞാൻ കാണാൻ സാധിച്ചു. ബിഹൈസു യഖഉ ബിഹി ഫീ ശുബ്ഹത്തിൻ വഹറാം, ഹറാമായതും ഹലാലായതും ഉണ്ട്. അതിലെ ശുബ്ഹത്തിന്റെ മുതലുണ്ട്, ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത മുതലുണ്ട്. സ്വന്തം ശരീരത്തിന്റെ എല്ലാ അധ്വാനങ്ങളും അതിനുവേണ്ടി മാറ്റിവെച്ചു ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നുമൊക്കെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടു. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തോർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജന്തുജാലങ്ങൾക്കുമുള്ള റിസ്ക് അല്ലാഹു കണക്കാക്കിയിരിക്കുകയാണ്. അല്ലാഹു നൽകുമെന്നുള്ള ആയത്ത് എനിക്ക് ഓർമ്മയായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ റിസ്ക് എന്റെ റബ്ബിന്റെ കയ്യിലാണ്. ജനങ്ങളൊക്കെ ഹറാമിലൂടെ ശുഭത്തിന്റെ മുതലേ, ഹറാമിന്റെ മുതലേ അന്യായമായി അപഹരിച്ച് മറ്റുള്ളവരുടെ മുതലേ ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എനിക്ക് കാണാനിടയായി. ഞാൻ മനസ്സിലാക്കി, അള്ളാഹു ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത്. എന്റെ ഭക്ഷണം എന്റെ റബ്ബിന്റെ കയ്യിലാണെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ അധ്വാനിച്ച് എന്റെ ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഇബാദത്തിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. അഥവാ എന്റെ നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ, എന്റെ ഇബാദത്തൊന്നും നഷ്ടപ്പെടാതെ, എന്റെ ആരാധനകളിൽ കുറവ് വരാതെ അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിച്ച് ഞാൻ ഇബാദത്ത് എടുക്കാൻ തുടങ്ങി. എനിക്ക് ആവശ്യമുള്ള തുകകൾ അള്ളാഹു തന്നിട്ടില്ലയോ? അതെ, തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ?
ആദ്യം പറഞ്ഞൊരു സംഭവം ഓർമ്മയില്ലേ? ഹജ്ജിന് പോയി ഒന്നുമില്ലാത്ത വീട്ടിലേക്ക് ആ സ്വർണ്ണ നാണയങ്ങൾ വലിച്ചെറിഞ്ഞ് ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറി. എന്റെ ഇബാദത്തിനൊന്നും ഞാൻ കോട്ടം വരുത്തുകയോ കുറവ് വരുത്തുകയോ ചെയ്തില്ല. എനിക്ക് ആവശ്യമുള്ളത് സമയാസമയങ്ങളിൽ അള്ളാഹു തന്നു. എന്റെ വീട്ടുകാർക്ക് കൊടുത്തു. ഹജ്ജിന് പോകുമ്പോ എനിക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവും അള്ളാഹു തന്നു. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിന് ഇബാദത്തിന് പ്രാമുഖ്യം നൽകി ജീവിക്കുന്ന ഒരാളെയും അള്ളാഹു കൈവടിയൂല എന്ന വിശ്വാസം. അള്ളാഹുവിന്റെ കയ്യിലാണ് ഭൂമി ലോകത്തുള്ള എല്ലാവരുടെയും റിസ്ക്. എന്റെ റിസ്ക്കും എന്റെ റബ്ബിന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തൂല എന്ന വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മൾ തോൽക്കൂല. ഞാൻ നിർത്തുകയാണ്. എട്ടാമത്തെ കാര്യം മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നി റഅയ്തു കുല്ല അഹദിൻ മുഅ്തമിദൻ അലാ ശൈഇൻ മഖ്ലൂഖിൻ. എനിക്ക് ജനങ്ങളെ കാണാൻ തുടങ്ങി ഒരാൾ മറ്റൊരാളെ ഡിപെൻഡ് ചെയ്യുന്നത്. ബഅലുഹും അല ദീനാരി വദ്ദർഹമി. ചില ആളുകൾ ദീനാറിനോടും ദുർഹമിനോടും വല്ലാത്ത താല്പര്യമുള്ളവർ. വബഅലുഹും അലൽ മാലി വൽ മുൽക്കി. ചില ആളുകൾ സമ്പാദ്യങ്ങളോട് അധികാരത്തോട് വല്ലാതെ താല്പര്യമുള്ളവർ. വബഅലുഹും അലസ് സ്വനാഅതി. ജോലിയോട് ഡിപെൻഡ് ചെയ്യുന്നത്. മറ്റു ചില ആളുകൾ മറ്റു ചില വ്യക്തികളെ ആശ്രയിക്കുന്നതൊക്കെ എനിക്ക് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തോർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتوكل على الله فهو حسبه. ആരാണോ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുന്നത് അവന് അല്ലാഹു ഉണ്ട്, അവന്റെ കൂടെ അല്ലാഹു ഉണ്ട്, അവന് പേടിക്കാനില്ല. നാട്ടുകാരെ ആശ്രയിച്ചാൽ നാട്ടുകാര് കൈയൊഴിഞ്ഞേക്കാം. രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചാൽ അവരും കൈയൊഴിഞ്ഞേക്കാം. ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ എന്റെ അക്കൗണ്ടിൽ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സമ്പാദ്യങ്ങളെ പ്രതീക്ഷിച്ചാൽ ഒരു സുപ്രഭാതത്തിലാണ് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കുന്നത്. ഇല്ലേ? അക്കൗണ്ടിലൊക്കെ ക്യാഷ് ഉണ്ടായി. പുതിയ നോട്ട് നിരോധനം വന്നപ്പോ എത്ര അക്കൗണ്ടുകളാ നിയന്ത്രണത്തിൽ വന്നത്, നിരീക്ഷണത്തിൽ വന്നത്. നമ്മൾക്ക് ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുക്കാൻ പറ്റിയോ? എത്ര ആളുകളുടെ ക്യാഷാ പിടിച്ചു വെക്കപ്പെട്ടത്? നമ്മൾ ക്യാഷിനെ ആശ്രയിച്ച് എന്ത് ആവശ്യം വന്നാൽ അതിൽ നിന്ന് വിത്ത്ഡ്രോ ചെയ്യാൻ ആരാ പറഞ്ഞത്? ഒരു തീരുമാനം മതി എല്ലാം തകിടം പറയാൻ. പിന്നെ ചില ആളുകൾ നോട്ടുകെട്ടുകളൊക്കെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകെട്ടുകൾ ചാക്ക് കെട്ടുകളാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ? എന്തു പറ്റി? നോട്ട് നിരോധനം വന്നപ്പോ ഒരു ഉപകാരത്തിനും കൊള്ളാതെ വലിച്ചെറിയേണ്ടി വന്നിട്ടില്ലയോ? അപ്പോ ഞാൻ മനസ്സിലാക്കി, നോട്ടുകെട്ടുകളോടോ അക്കൗണ്ടിലേക്കോ ഒന്നും ഡിപെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ചങ്ങാതിമാരെ, രാഷ്ട്രീയക്കാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ, ഗൾഫുകാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്കാണ് ബരമേൽപ്പിക്കേണ്ടത്. ഒരാൾ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചാൽ അള്ളാഹു അയാളുടെ കൂടെയുണ്ടാകുമെന്നുള്ള ആയത്ത് എനിക്ക് ഓർമ്മയായി. അന്നു മുതൽ ഞാൻ നാട്ടുകാരെ ആശ്രയിക്കാറില്ല, മുതലാളിമാരെ ആശ്രയിക്കാറില്ല, ഞാൻ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കാറില്ല, ഞാൻ സമ്പാദ്യങ്ങൾ ആശ്രയിക്കാറില്ല. ഞാൻ എന്റെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിലേക്കാണ് ബരമേൽപ്പിക്കുന്നത്. അന്നു മുതൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ശഖീഖുൽ ബൽഖിയോട് പറഞ്ഞപ്പോ ഉസ്താദ് തന്റെ ശിഷ്യനോട് പറയാണ്, വഫഖകല്ലാഹു തആല, അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഇന്നി ഖദ് നദർതു തൗറാത, ഞാൻ തൗറാത്ത് വായിച്ചിട്ടുണ്ട്, വൽ ഇൻജീല, ഇൻജീൽ വായിച്ചിട്ടുണ്ട്, വൽ സബൂറ, സബൂർ വായിച്ചിട്ടുണ്ട്, വൽ ഫുർഖാൻ, പരിശുദ്ധമായ ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഫവജത്തുൽ കുതുബൽ അർബഅത തദൂറു അലാ ഹാദിഹിൽ ഫവായിദ് الثമാനി, ഈ 4 കിതാബുകളിലും നിങ്ങൾ ഈ മനസ്സിലാക്കിയ 8 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എന്ന്. ഞാൻ തൗറാത്തും ഇൻജീലും സബൂറും ഖുർആനും ഞാൻ നോക്കിയപ്പോ
നിങ്ങൾ ഈ പഠിച്ച 8 കാര്യങ്ങൾ ഈ 4 കിതാബിലും വേറെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ അമില ബിഹാ കാന ആമിലൻ ബിഹാദിഹിൽ കുതുബിൽ അർബഅ, ഈ പറഞ്ഞ 8 കാര്യം കൊണ്ട് ജീവിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ തൗറാത്തിന്റെ ആളാണ്, ഇൻജീലിന്റെ ആളാണ്, സബൂറിന്റെ ആളാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആളാണ്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, ഖുർആനിന്റെ ആളുകളാ. ആരാണോ ഖുർആനിന്റെ ആളുകൾ അവർ അല്ലാഹുവിന്റെ ആളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വിഷയം. ഈ വിഷയങ്ങൾ ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഈ 8 കാര്യങ്ങൾ. ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളാണ്. ഖുർആനിന്റെ ആളെന്ന് പറഞ്ഞാൽ ഹും അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഈ 8 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ആരാണോ ജീവിക്കുന്നത് تلك الدار الآخرة, ആ പാരത്രിക വിജയം ഞാൻ നൽകുന്നത് ഇവർക്കാണ്.